أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهدر لنا بهذا المحضر والتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൈസിൽ നിന്നുള്ള മറ്റൊരു ചെറിയൊരു അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാന അദമ തർബിയത്ത് ഫി ത്വരീഖത്ത് തിജാനിയ അലാ മുസ്തലഹി അഹ്ലി സാനിയ. രണ്ടാമത്തെ ത്വരീഖത്തുകാരുടെ, അതായത് മുജാഹദകളുടെയും റിയാദകളുടെയും ഒക്കെ കഠിന പരിശ്രമങ്ങളുടെയൊക്കെ ത്വരീഖത്തുകാരുടെ വീക്ഷണത്തിലുള്ള തർബിയത്ത് തിജാനി ത്വരീഖത്തിൽ നിലച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിശദീകരണം. ഫൈദാ ഫഹിംത അന്ന മഖ്സൂദനാ ബിഅദമി തർബിയത്തി ഫി ത്വരീഖത്തി തിജാനിയ അലാ ഖവാഇദി മുസ്തലഹ് അഹ്ലി സാനിയ. രണ്ടാമത്തെ ത്വരീഖത്തുകാരുടെ സാങ്കേതിക പ്രയോഗത്തിലുള്ള തർബിയത്ത് തിജാനി ത്വരീഖത്തിൽ അവസാനിച്ചു, അതില്ല, അത് തിജാനി ത്വരീഖത്തിലില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതെന്താണ്? ഹുവ അന്ന തർബിയത്ത് ഫിഹ തർബിയത്തുൽ അർവാഹ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിജാനി ത്വരീഖത്തിലെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ റൂഹിൻ്റെ തർബിയത്താണ്, അല്ലാതെ ശരീരം കൊണ്ടുള്ള തർബിയത്തല്ല. മാ കൗനി തുറാബിയത്ത് ഫീ ഹുക്മിഹ. എന്നിട്ട് ആ റൂഹ് ശരീരമാകുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. തൻഫഅലു ഇൻദ ഹുക്മിഹ അലൈഹ. എന്നിട്ട് ആ റൂഹ് ആ ശരീരത്തിൻ്റെ മുകളിൽ അധികാരം സ്ഥാപിക്കുകയും അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഫഹിയ മഹജൂറത്തുൻ തഹ്ത വിലായതിഹ ഹത്താ തുർഷിദഹ ഫി ഹദറത്തുൽ ഖുദുസ്. അങ്ങനെ ഈ റൂഹ് ശരീരത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അതിന് പരിധി നിശ്ചയിക്കുകയും അതിൻ്റെ കീഴിലാക്കുകയും ചെയ്ത് അവസാനം അത് ഇലാഹിയായ ഹദറത്തിലേക്ക് അതിനെ മാർഗദർശനം ചെയ്യും. ബഅദ ഇൻമിഹാഖി ആസാരി സഫഹിഹ ബിൽ മൗത്ത്. ശരീരത്തിൻ്റെ മരണം കൊണ്ട് നാശം സംഭവിക്കുന്ന ശരീരത്തിൻ്റെ മോശത്തരങ്ങളിൽ നിന്നൊക്കെ സഫഹിഹ ബി ഹിജാബി മുറഖബിൻ മിൻ ഷഹവാതിഹ. ഈ ശരീരത്തിൻ്റെ മോശത്തരങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് അതിൻ്റെ ദേഹേച്ഛകളുടെ ആധിപത്യം കൊണ്ടാണ്, അതിൻ്റെ മറകൾ കൊണ്ടാണ്. അപ്പം ശരീരത്തിൻ്റെ മുകളിൽ റൂഹിന് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ത്വരീഖത്തിൽ തർബിയത്ത് നടക്കുന്നത്. അല്ലാതെ ശരീരം കൊണ്ട് അധ്വാനിച്ച് റൂഹിൻ്റെ മുകളിലേക്ക് ആധിപത്യം സ്ഥാപിക്കല്ല. സാധാരണ റിയാദകളും മുജാഹദകളും ആത്മീയമായ പരിശീലനങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ത്വരീഖത്തുകാരുടെ രീതി എന്താണ്? കുറേ കഠിനമായ പരിശ്രമങ്ങൾ ശരീരത്തിൻ്റെ മുകളിൽ ചെയ്യിപ്പിക്കും. അങ്ങനെ ശരീരം കുറേ പരിശ്രമിച്ച് അങ്ങനെ റൂഹിന് മാറ്റം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയാണ് അവരുടെ രീതി. എന്നാൽ തിജാനി ത്വരീഖത്തിൻ്റെ രീതി അങ്ങനെയല്ല. റൂഹിന് മാറ്റം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിലൂടെ ശരീരത്തിൻ്റെ മോശത്തരങ്ങൾ ഒഴിവാക്കിയെടുക്കുക. അത് ശരിക്കുള്ള സ്വഹാബാക്കളുടെ രീതിയാണ്. ആ രീതിയിലേക്ക് മടങ്ങുന്നത് കൊണ്ടാണ് ആ രീതി അന്യമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന രീതിയല്ല, നമ്മുടെ നാട്ടിലെല്ലാവരും പ്രചരിപ്പിച്ച ഒരു രീതിയല്ല. നമ്മൾ ആദ്യം റൂഹിലേക്കാണ് കണക്ഷൻ പോകുന്നത്, അതിൽ നിന്ന് ശരീരത്തിലേക്ക് കണക്ഷൻ വരുന്നു. അത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു രീതിയല്ല. അപ്പം ശരീരത്തിന് റൂഹിലേക്കുള്ള കണക്ഷൻ വന്നതിൻ്റെ ശേഷം പിന്നീട് എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ മോശപ്പെട്ട സ്വഭാവങ്ങൾ പതിയെ പതിയെ റൂഹ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് തിജാനി ത്വരീഖത്തിനുള്ളത്. അതുകൊണ്ട് മറ്റേ രൂപത്തിലുള്ള, മുമ്പ് വിശദീകരിച്ച രൂപത്തിലുള്ള ഒരു തർബിയത്ത് തിജാനി ത്വരീഖത്തിലില്ല. ഈ രൂപത്തിലുള്ള തർബിയത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ വിവക്ഷ. വൽ മൗതുൽ ബശരിയ്യത്തി ഫി ദുനിയ വമൗതുൽ ആദാഉ ബിതജല്ലാ ഇലാഹി ലാ ബിഐരി. അതായത് ഇവിടെ മരിക്കും എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്ന് മരിക്കുന്നൊരവസ്ഥ, യഥാർത്ഥത്തിലുള്ള മരണം എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ
മരണത്തിന്റെ മുമ്പുള്ള മരണത്തെ പോലുള്ള ഒരു മരണമാണ്. യഥാർത്ഥത്തിലുള്ള ശരീരം മരിക്കുക എന്ന് പറയുന്ന ഒരു മരണമല്ല. ഇപ്പൊ നമ്മളെ റൂഹ് നമ്മളുടെ ശരീരത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അവസാനം ആ ശരീരത്തിനെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. ആ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം മരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പകരം അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ തജല്ലി വെളിവാവുകയും അള്ളാഹുവിന്റെ ആധിപത്യം അതിന്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്യുക. റൂഹ് അതിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. അല്ലാതെ നോർമൽ മരണത്തെക്കുറിച്ചല്ല. ഫൈദ മബ്ബത്തുഹാ ബിസിയാസത്തി റബ്ബാനിയത്തി, അങ്ങനെ അതെന്ത് ചെയ്യും? പിന്നെ റബ്ബാനിയായ ഭരണത്തിന് കൈകാര്യത്തിന്റെ മുകളിൽ അത് സ്വയം മരിക്കും. ആ ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അങ്ങനെ അള്ളാഹുവിന്റെ പക്കലുള്ള റൂഹിലേക്കുള്ള കണക്ഷന് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള പിന്നെ ആത്മീയമായ ഒഴുക്കുകൾ ഈ ശരീരത്തിലേക്കും ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. വസാറത്ത് ഫീ ഹുക്കുമിർ റഷീദ, അങ്ങനെ അത് വഴി തെളിയിക്കപ്പെട്ട ഇർഷാദ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലേക്കായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ഫിൽ മവാത്തിനി റൂഹി കമാ തതറാഅ ഫി മവാത്തിനി ഫി ആൻ വാഹിദിൻ വതതശക്കലു മാഹാ. അങ്ങനെ റൂഹ് ശരീരം ഈ ലോകത്ത് നിലനിൽക്കുന്നതോട് കൂടി തന്നെ റൂഹിന്റെ പവിത്രത അതിലേക്ക് കണക്ട് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. റൂഹ് പവിത്രമായ ഒന്നാണ്. റൂഹിന് ആത്മീയമായ കണക്ഷൻസ് ആണുള്ളത്. ശരീരത്തിനാണ് കുറവുകളുള്ളത്. അങ്ങനെ ഈ റൂഹ് ഈ ശരീരത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഒരേ സമയം ശരീരമായി നിൽക്കുന്നതോട് കൂടെ തന്നെ റൂഹിന്റെ ഈ ഒരു ആധിപത്യം ശരീരത്തിന്റെ മുകളിൽ വെളിവാവുകയും അങ്ങനെ ഒരേ അവസ്ഥയിൽ ശരീരമായി നിൽക്കുകയും അതേ അവസ്ഥയിൽ ആത്മീയമായ ലോകത്തോട് ബന്ധം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ രണ്ടും ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ ഈ ശരീരത്തിന്റെ ഈ മുകളിൽ റൂഹ് ആധിപത്യം സ്ഥാപിക്കുമുണ്ടാവും. അതായത് ഒരു തിജാനിന്റെ അവസ്ഥ പറയാം. ഒരു തിജാനി യഥാർത്ഥത്തിൽ ഒരു തിജാനിയാണെങ്കിൽ അവന്റെ റൂഹ് ദൈവികമായി കണക്ട് ആവുകയും ആ റൂഹ് പിന്നീട് ശരീരത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അങ്ങനെ ശരീരത്തിന്റെ വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ അത് ആത്മീയമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരവസ്ഥ അതിനുണ്ടായിത്തീരുകയും ചെയ്യും. ലിഅന്നൽ ഹുക്മലഹ, കാരണം ശരീരത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇത് റൂഹാണ് അതിന്റെ മുകളിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. റൂഹിനാണ് അവിടെ പിന്നെ അധികാരമുള്ളത്. ഫതഅഖുലു ബിറബ്ബിഹാ ബൈന യദൈഹാ അജ്ബാല ജലാലി സയ്യിദിഹാ. എന്നിട്ട് ഏതുപോലെയാന്ന് പറഞ്ഞാല് ഒരു വലിയൊരു പർവ്വതത്തിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. ബൈന യദൈഹാ അജ്ബാല ജലാലി സയ്യിദിഹാ കഅന്നഹാ തഹത ജബലിൻ അദീമിൻ മനഹു അൻഹാ. അത് നമ്മൾ പോരുത് എന്ന് വിലക്കപ്പെട്ട ഒരു പർവ്വതത്തിന്റെ ചാരെ പേടിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ പോലെയാണ്. അപ്പോ ആ ഭക്ഷണം കഴിക്കുന്ന ആള് പൂർണ്ണമായും പേടിക്കുകയും ചെയ്യും, പൂർണ്ണമായും അതിനോട് ഇഷ്ടപ്പെട്ട് അടുക്കുകയും ചെയ്യും. തഫ്രഹു കുല്ലുഹു, അതുപോലെ തന്നെ സന്തോഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റ് മനുഷ്യ സഹജമായ പ്രവർത്തനങ്ങളും അവൻ ചെയ്യും. അവൻ ഒരിക്കലും അവന്റെ നഫ്സിന് വേണ്ടി ആയിരിക്കില്ല ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ അവന്റെ റബ്ബിന്റെ അമ്രിന്, അവന്റെ കൽപ്പനക്കനുസരിച്ചായിരിക്കും അവൻ ആ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പം ഒരു അടിമ യഥാർത്ഥത്തിൽ ഒരു തിജാനിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ രണ്ടും ഒരുമിച്ച് കൂട്ടുന്നൊരവസ്ഥയിലായിരിക്കും. അവന് അവന്റെ ശാരീരികമായ ഇച്ഛകൾക്കനുസരിച്ച്, ശാരീരികമായ വിശേഷണങ്ങൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ അവൻ സന്തോഷം കണ്ടെത്തും, അവൻ അടുപ്പം കണ്ടെത്തും, സ്നേഹത്തിന്റെ അടുപ്പം കണ്ടെത്തും, ഒക്കെ ശരി തന്നെ. പക്ഷെ അതോടൊപ്പം അവൻ പേടിയുണ്ടാവും. ഏതുപോലെയാണ് അവനിലേക്ക് വീയാൻ പോകുന്ന ഒരു പർവ്വതത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കണ പോലെയാണ് ആ ഒരു അവസ്ഥ. അവൻ രണ്ടും ഒരുമിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥ അവൻ ഉണ്ടാവും. ഫസാറത്ത് തൻദുറു ഫീ റൂഹാനിയതിഹാ ജമാല സയ്യിദിഹാ ഫീ കുല്ലി ദുർറത്തിൻ വകുല്ലി സമാനിൻ വകുല്ലി മകാനിൻ വകുല്ലി വാഖിഅ.
ഫസാറത്തൻദുറു ഫീ റൂഹാനിയതിഹ, അങ്ങനെ അവന്റെ റൂഹിലൂടെ അവൻ കാണും ജമാലി സയ്യിദിഹ, അവന്റെ യജമാനന്റെ സൗന്ദര്യത്തെ അവൻ കാണും. ഫീ കുല്ലു ദർറത്തിൻ, ഓരോ അണുവിലും അവന്റെ യജമാനന്റെ സൗന്ദര്യത്തെ കാണും. വകുല്ലു ദമാനിൻ, എല്ലാ സമയത്തും കാണും. വകുല്ലു മക്കാനിൻ, എല്ലാ സ്ഥലത്തും കാണും. വകുല്ലി വാഖിയ, എല്ലാ അവസ്ഥകളിലും അവന്റെ യജമാനന്റെ സൗന്ദര്യത്തെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഫസാറത്ത് തഅബ്ദുല്ലാഹു അലാ വഫ്ഖി ഖിസ്വതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചത് ആ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയായി തീരും. ഫലാ തത്റുഖു നിഅമത മുബാഹതൻ ഫീ ഉർഫി ശർഇ, അങ്ങനെ പരിശുദ്ധമായ ശരീഅത്ത് അനുവദിച്ച ഒരു കാര്യം അവൻ ഒഴിവാക്കുകയില്ല. അപ്പം ഒരാളുടെ ആത്മീയമായ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒരു തിജാനി അവന്റെ റൂഹാണ് സ്ഫുടം ചെയ്യപ്പെടുക. പക്ഷെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ശരീരത്തിന്റെ ദേഹേച്ഛകളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അവന്റെ തെറ്റുകളുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളെ പതിയെ പതിയെ ഈ റൂഹ് ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ ക്ലീനാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളൊരു വീട്ടില് വീട് കുറെ മാലിന്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ അധികാരത്തിൽ വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കണം തോന്നുന്ന സമയത്ത് എന്താ ചെയ്യുക? അതുപോലെ നമ്മളെ ശരീരത്തിന്റെ മുകളിൽ, ശരീരത്തിന് ഒരുപാട് മാലിന്യങ്ങൾ ഉള്ള അവസ്ഥയിലാണ് നമ്മൾ അള്ളാഹുലേക്ക് കണക്ട് ആവുന്നത്. അപ്പൊ ശരീരത്തിന്റെ മുകളിൽ റൂഹ ആധിപത്യം സ്ഥാപിക്കും. എന്നിട്ട് പതിയെ പതിയെ അതിന്റെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നൊരു പ്രക്രിയ നടക്കും. അങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവൻ എന്തായിത്തീരും? അവനെ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. അത് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചത് ആ ആരാധിച്ച അവസ്ഥയിലേക്ക് അവനും ആയിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിൽ അള്ളാഹു എന്താണോ അനുവദിച്ചത് ആ അനുവദിച്ചതൊന്നും അവൻ ഒഴിവാക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അവനെല്ലാം സ്വീകരിക്കും. കാരണം അനുവദിച്ച കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഹൈറുണ്ട് എന്ന് അവനറിയാം. എന്നിട്ട് അതിലേക്കൊക്കെ അവൻ കടന്നു ചെല്ലും. അവൻ ആഴ്ന്നിറങ്ങും. എന്നിട്ട് അതിലൊക്കെ അവന്റെ റബ്ബിന്റെ ജമാലിനെ കാണാൻ തുടങ്ങും. ഹലാലായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഹലാലായ കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ അള്ളാഹു നമുക്ക് ഭക്ഷണം അനുവദിച്ചു തന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക, അതിൽ അള്ളാഹുവിന്റെ റബ്ബിന്റെ സൗന്ദര്യത്തെ നമുക്ക് സാക്ഷ്യം വഹിക്കാം. നല്ല വസ്ത്രം ധരിക്കുക, നമ്മള് ആരോഗ്യം നോക്കുക, നമ്മള് നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക, നമ്മൾ നല്ല വീട്ടിൽ താമസിക്കുക, അങ്ങനെ തുടങ്ങി നമ്മൾ സന്തോഷങ്ങളും അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിലൂടെ ഒക്കെ നമ്മൾ റബ്ബിന്റെ ജമാലിനെ ആസ്വദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. കമാലുൽ ഉബൂദിയ്യത്തി, അങ്ങനെ അവനെന്ത് ചെയ്യും? ഉബൂദിയത്തിന്റെ കമാലിനെ അതിലൂടെ, പരിപൂർണത അവനെ അതിലൂടെ എത്തിക്കും. വൽ ഇബാദത്തി ബിതനാവുലു കുല്ലു മാ ഖദർതു അലൈഹി മിനൻ നിഅം, എന്നിട്ട് അതിലൂടെ അവന് ആ അനുഗ്രഹങ്ങൾ അവന് തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അവനത് അവന് ചെയ്യാൻ പറ്റുന്ന, എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുകയും അതുപോലെ തന്നെ ഉബൂദിയത്തിലായി നിലകൊള്ളുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. നന്നായിട്ട് ഉറങ്ങിയാലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. നമ്മള് ഹൈജീനും നീറ്റ്നെസ്സും ഒക്കെ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. നമ്മൾ ചില സമയങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോഴും കുടുംബങ്ങളുമായും മക്കളുമായൊക്കെ സംഭാഷണം നടത്തുമ്പോഴൊക്കെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഈ ആരോഗ്യം വെച്ചാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതും നല്ല കിടന്നുറങ്ങുന്നതും നല്ല വീട്ടിൽ താമസിക്കുന്നതും നമ്മൾ നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നതും എല്ലാം അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന പരിഗണനയിലേക്ക് അള്ളാഹു കണക്കാക്കും. ആ ഒരവസ്ഥ നമുക്ക് എത്തിച്ചേരും. കാരണം ഓരോ നിയാമത്തും അത് യഥാർത്ഥത്തിൽ സ്വയം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലാണ്. തക്തബു ഫീ സഹീഫത്തിഹ, അത് എന്ത് ചെയ്യാണ്? ഇബാദത്തിന് വേണ്ടി, രേഖപ്പെടുത്താൻ വേണ്ടി നൽകപ്പെട്ടതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ. നമുക്ക് ഭക്ഷണം തന്നത്, വസ്ത്രം തന്നത്, പാർപ്പിടം തന്നത്, ഇതെല്ലാം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനെയല്ല. അമാ വറദ മിൻ സുഹുദി മഹല്ലുഹു ലിമൻ
തശ്ഉലുഹു അൻ നിഅമി അൻ ഹദ്റത്ത് റബ്ബിഹി വതുതഈഹി വതഖസു ഖൽബഹു മിൻ ഹൈസു യതനാവലുഹാ ലിനഫ്സിഹി വമാ വറദ മിൻ സുഹുദി. അപ്പൊ നമ്മൾക്ക് ചോദിക്കും, നമ്മൾ ഈ സൂഫിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഹൂദ് ചെയ്യണ്ടേ, പരിത്യാഗം ചെയ്യേണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഈ പരിത്യാഗത്തെക്കുറിച്ച്, ഈ ഭൗതികമായ പരിത്യാഗത്തെക്കുറിച്ച്, ദുനിയാവിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച്, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതെന്താണ് അതെന്ന് പറഞ്ഞാൽ ലിമൻ തശ്അലുഹു നിഅമു അൻ ഹദ്റത്ത് റബ്ബിഹി. ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ നിന്ന് നമ്മൾ തടയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ്. അല്ലാതെ നമ്മൾ ഈ അനുഗ്രഹങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. നമ്മൾ ധാരാളം ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. സംസാരിച്ചത് കൊണ്ട് അള്ളാഹുവിനോട് മറക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ അത് ഒഴിവാക്കണം, കുറയ്ക്കണം. അതിനൊക്കെ ഒരു പാകപ്പെട്ട രൂപം കൊണ്ടുവരണം എന്നാണ് പറഞ്ഞതിന്റെ സാരം. അല്ലാതെ അതൊക്കെ ഒഴിവാക്കാനല്ല. അതുപോലെ തന്നെ നമ്മളെ അഹങ്കാരികളാക്കുന്ന ദുനിയാവ്, അതുപോലെ തന്നെ നമ്മളെ ഹൃദയത്തിനെ കഠിനമാക്കുന്ന ദുനിയാവ്, ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. മിൻ ഹൈസു തതനാവലുഹാ ലിനഫ്സി. എത്രത്തോളം തന്നെ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നഫ്സിന് വേണ്ടിയാണ്. അങ്ങനത്തെ ദുനിയാവാണ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. ലാ ഗൈറ, അല്ലാതെ മറ്റൊന്നുമല്ല. വലം യുശാഹിദു സിർറല്ലാഹ് ഫിഹ. ആ ഒരു ഘട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹു ഈ നൽകിയ അനുഗ്രഹത്തിൽ അള്ളാഹുവിന്റെ രഹസ്യമുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്നില്ല. വല അന്നഹ മിൻ യദില്ലാഹി മുഹദാത്തുൻ ലഹു ലിയഅബുദല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്മാനമാണിതെന്നും അത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടതെന്നും അള്ളാഹുവിന്റെ കരങ്ങളാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്മാനങ്ങളാണ് ഇവയെന്നും അതുകൊണ്ട് നിങ്ങൾ അത് വെച്ച് ആരാധിക്കുകയാണ് വേണ്ടതെന്നും അവർ സാക്ഷ്യം വഹിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോ ഈ ഒരു അവസ്ഥയിൽ അവര് ഈ രൂപത്തിൽ അങ്ങനെ അതിനെ കാണാതിരിക്കുകയും അതിനെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീഅത്തിന്റെ വക്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്ത് ചെയ്തു? നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു. എന്ത് തടഞ്ഞു? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിന് എടുക്കുക, അല്ലാത്ത എടുക്കണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അതിന് തടഞ്ഞു. ദുനിയാവിൽ നിന്ന് നമുക്ക് ഉറങ്ങാൻ ആവശ്യമായ രൂപത്തിലുള്ള ഉറക്കം, ആവശ്യമായ രൂപത്തിലുള്ള ഭക്ഷണം, ആവശ്യമായ രൂപത്തിലുള്ള പാർപ്പിടം, ഇത് ആവശ്യം മാത്രം ചെയ്താൽ അതിൽ കൂടുതൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് എല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ആവശ്യമുള്ളതല്ല, കുറച്ചും കൂടി തോന്നെ എടുത്തോളി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നശിച്ചു പോവായിരുന്നു. ബിക്കസ്വത്തി നമ്മൾ ഹൃദയം കഠിനമാവുന്നതിലൂടെ ഇപ്പൊ ഫുത്തൂരിൻ, അതുപോലെ നമുക്ക് എല്ലാത്തിലും ഒരു മടുപ്പ് അനുഭവപ്പെടുക. ഇബാദത്തിലൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇബാദത്തിൽ മടുപ്പ് അനുഭവപ്പെടല്. അപ്പൊ കുവ്വത്തിന് അലാമ ആഷി, അതുപോലെ തെറ്റ് ചെയ്യാൻ ശക്തി വർദ്ധിക്കല്. ഇതുകൊണ്ടൊക്കെ കാരണം നമ്മൾ ഭക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇതൊക്കെ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്തു വേണം? നമ്മളെ ഹൃദയം കഠിനമാവാനും മടുപ്പ് അനുഭവിക്കാനും തെറ്റുകൾ വർദ്ധിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഭക്ഷിക്കുന്നത്, ദുനിയാവ് തിന്നുന്നത്. അതുപോലെ തന്നെ ഈ ദുനിയാവിലെ കലാകാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് മരിച്ചു പോകരുത്, കലാകാലം ഇവിടെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒഴിവാക്കണം, ഇതൊക്കെ ആവശ്യത്തിനെ ചെയ്യാവൂ എന്ന് പറഞ്ഞത്. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളുടെ ആവശ്യത്തിനേ എടുക്കാവൂ, ബാക്കിയൊന്നും എല്ലാം നമ്മൾ ഒഴിവാക്കണം. നമുക്കൊരു 1000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 1000 രൂപ 100 രൂപ നമുക്ക് ചെലവിന് ആവശ്യമുള്ളെങ്കിൽ ബാക്കി 900 നമ്മൾ എടുത്ത് ഒഴിവാക്കണം. നമ്മൾ അടുത്ത് വെക്കരുത്. ആവശ്യമായ വസ്ത്രങ്ങളേ ഇടാവൂ, ബാക്കിയൊന്നും എല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞ രൂപത്തിലുള്ളൊരു ജുഹുദുണ്ടല്ലോ. നമ്മളതാണല്ലോ നമ്മൾ വലിയ സൂഫിയാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ വലിയ മഹാനായിരുന്നു. എന്തായാലും മൂപ്പര് കുറഞ്ഞ ഒരു ഡ്രസ്സേ മൂപ്പർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചാലായി. എല്ലാം മൂപ്പര് വളരെ കീറി പറഞ്ഞ ഡ്രസ്സാടല്, ചെരുപ്പൊക്കെ തുന്നി ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ മൂപ്പര് ഭാര്യ മക്കളൊക്കെ ഉണ്ടായി, ഭാര്യ മക്കളൊക്കെ ഒഴിവാക്കി. പിന്നെ ചെറിയൊരു കുടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ വിശേഷണങ്ങളുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ
സഹാബാക്കൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ എന്ത് സാഹചര്യത്തിലാ? ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൃദയം കഠിനമാവുന്നെന്ന് തോന്നിയാൽ, ഹിബറ് വരുന്നു തോന്നിയാൽ, അതുപോലെ തന്നെ നമ്മൾ ഇതിലൂടെയൊക്കെ തെറ്റ് വർദ്ധിക്കുന്നു തോന്നിയാൽ, അങ്ങനത്തെ ഘട്ടത്തിൽ മാത്രം ഒഴിവാക്കണമെന്നും ഇതിൽ പരിമിതപ്പെട്ട് അത്യാവശ്യം മാത്രം എടുക്കേണ്ടത് എടുക്കണമെന്നും പറഞ്ഞത്. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹു അനുവദിച്ചതൊക്കെ എടുക്കാം. അത് നമ്മൾ ഇബാദത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ അള്ളാഹുവിനെ അറിയാനും അനുഭവിക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഇതിന്നൊക്കെ എത്രയാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതൊക്കെ എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ആ ഒരു അവസ്ഥയിലായിത്തീരും നമ്മളെ റൂഹിന് നമ്മളെ ശരീരത്തിന്റെ മുകളിൽ ആധിപത്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന അവസ്ഥയിലായി ഇതിനൊക്കെ നമ്മൾ സമാഹരിക്കും എന്നാണ് ശൈഖുകൾ പറഞ്ഞത്. കാരണം ദുനിയാവിനെ എടുക്കുന്നതിനെ കുറിച്ച് ശൈത്താൻ പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് നമ്മൾ ദുനിയാവ് എടുക്കുന്നതിന് നമ്മളെ നിയ്യത്തും ഉണ്ടാവുക സാധാരണ ആൾക്കാരെ സമയത്തോളം. എന്താണത്? മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂനു മലക്കൈനി ഔ തകൂനു മിനൽ ഖാലിദീൻ. നിങ്ങൾക്ക് ആ ഒരു മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് നിങ്ങളെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കൽപ്പിച്ചിട്ട് എന്തിനു വേണ്ടി മാത്രമാണ്? നിങ്ങൾ മലക്കാവാതിരിക്കാനും അവിടെ സ്ഥിരമായി താമസിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അത് കഴിച്ചാൽ നിങ്ങൾ സ്ഥിര താമസം ഉണ്ടാവും, അത് കഴിച്ചാൽ നിങ്ങൾ വലിയ ആളായി തീരും, അതുകൊണ്ട് ആണ് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കഴിക്കുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടായിത്തീരുന്നത്. ദുനിയാവിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ നമ്മൾ ഏതൊരു കാര്യത്തെ എടുക്കുന്നതിനെ നമ്മൾ മരിക്കാതിരിക്കാൻ, നമ്മൾ കാലാകാലം ഇവിടെ ജീവിക്കാൻ, മരണം കുറച്ചു ദിവസം കഴിഞ്ഞ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ദീർഘിപ്പിക്കാൻ എന്ത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും. അതുപോലെ തന്നെ നമുക്ക് മലക്കിനെ പോലെ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ഒരു കുറവുകളും ഇല്ലാതെ നടക്കാൻ നമുക്ക് പറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ആ ദുനിയാവുകൾ മാറ്റണം എന്ന് പറഞ്ഞത്. അതല്ല, ആ ദുനിയാവ് കൊണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെയാണ് കാണുന്നത്, അതിലൂടെയൊക്കെ അള്ളാഹുവിനെയാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ടൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് എടുക്കുന്നതോ എത്രമാത്രം എടുക്കുന്നോ എത്രമാത്രം നമുക്ക് നല്ലതാണ്. എടുക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ആരിഫായ മനുഷ്യൻ അവൻ അതിനെ ഭക്ഷിക്കുന്നത്, ദുനിയാവിനെ ഭക്ഷിക്കുന്നത് അവന്റെ വിശപ്പ കെട്ടാൻ വേണ്ടിയിട്ടാണ്. അവന്റെ റബ്ബിന്റെ കവാടത്തിൽ നിൽക്കാൻ, അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ദുനിയാവിനൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ത്വരീഖത്തിന്റെ ആളുകൾ അവർക്കുണ്ട് എന്ത്? ഹുമുല്ലദീന ഇംതസലു, അവർക്ക് വേണം അവാമിലി ഇലാഹിയായ കൽപ്പനകൾ അവരനുസരിക്കണം. അലാ വജിഹിഹ വജിതിനാബ് മനാഹി അലാ വജിഹിഹ. അള്ളാഹുവിന്റെ കൽപ്പനകളും അവന് വിരോധിച്ചത് കൽപ്പനകൾ സ്വീകരിക്കുകയും വിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യണം. ഫയജിബു അലൈഹി വുഖൂഫ് ഇൻദ ഹദ്ദി ശരീഅത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെച്ച ശരീഅത്തിന്റെ അതിർവരമ്പുകളിൽ അവർ നിൽക്കണം. കമാ ഔഖഫല്ലാഹു മഖാമഹും അലാ മഖാമി ശൈഹിം വ നബിയിഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹു അവന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവരുടെ ഖലീഫയായിട്ടുള്ള സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും മഖാമിൽ വരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരീഅത്തിനെ പാലിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഫഇന്നല്ലാഹു ഖയ്യദഹും ലിഫദ്ലിഹി ബിമഖാമി വമർതബത്തി ഷെയ്ഖുൽ അക്ബർ ഖലീഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവന്റെ ഫദ്ൽ കൊണ്ടാണ്, അല്ലാഹുവിന്റെ അറ്റമില്ലാത്ത കാരുണ്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖലീഫയും ഏറ്റവും വലിയ ഷെയ്ഖുമായിട്ടുള്ള സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുമ്പിൽ ആ മഖാമിൽ നമ്മളെ എടുത്തു വെച്ചത്. അത് അള്ളാന്റെ ഫദ്ലാണ്, നമ്മളെ കൈകാര്യം കൊണ്ട് വന്നതല്ല. വഹുവ മഖാമുൽ ഖിയറത്ത് ലിൽ ഇലാഹിയ്യ. അത് ഇലാഹിയായ തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായിത്തീരുന്നതാണ്. ബിലാ തഅമ്മുലിൻ മിൻഹും. നിങ്ങളുടെ ഒരു കർമ്മം കൊണ്ടും വന്നു ചേർന്നതല്ല. ബൽ ബിമുവാഫഖത്തിൽ ഇറാദത്തിൽ ഇലാഹിയ്യ. ഇലാഹിയായ ഇറാദത്ത്, ഇലാഹിയായ ഇച്ഛ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ തിജാനി ആവണം എന്ന് ഇലാഹിയായി ഒരു ഇച്ഛ അതിലുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നത്. ഫൈദാ അലിംതഹു
ലക്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവും. എന്ത്? അന്ന ഖുലൂബ അഹ്ലി ത്വരീഖത്ത് തിജാനിയത്തുൽ മുഹമ്മദിയ്യ, മുഹമ്മദി ത്വരീഖത്തിനുള്ള ആളുകളുടെ ഹൃദയം എന്ന് പറയുന്നത് മുജറദത്തുൻ മിൻ അംറാദിൽ ബാത്തിനിയ, ബാത്തിനിയായ ആന്തരികമായ ആന്തരികമായ സ്വയം താല്പര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞതാണ്. അല്ലദീ സബബുഹ ഹദ്ദു ദുന്യവിയ്യതി വല്ല ഉഖറവിയ്യ, ആ താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയവിയും ഉഖറവിയായ താല്പര്യങ്ങൾ. അപ്പോൾ ഈ താല്പര്യങ്ങളൊക്കെ ദുനിയവിയോ ഉഖറവിയായ താല്പര്യങ്ങളിൽ നിന്നൊക്കെ ഒരു തിജാനിന്റെ ഹൃദയം മുക്തമാണ്. ദുനിയാവിൽ ഇങ്ങനെ കുറെ കാര്യം കിട്ടണം, ആഖിറത്തിൽ കുറെ കാര്യം കിട്ടണം, അങ്ങനൊന്നും ഒരു തിജാനിക്ക്, യഥാർത്ഥ തിജാനിക്ക് ഉണ്ടാവില്ല. ഫലമ്മ ഇൻതഫാ മിൻഹും കുല്ല ഹദ്ദിൻ ഇൻതഫത് അൻഹും ലവാജിമുഹു ബിഫദ്ലിൽ ഇലാഹി, അങ്ങനെ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ദുനിയവിയായ ആഗ്രഹങ്ങളും നീങ്ങിപ്പോവും, ആഖിറത്തിന്റെ ആഗ്രഹങ്ങൾ നീങ്ങിപ്പോവും. വൈൻ യഖ്തഹമ ബഅദുഹും ബഅദുഹാ ഫമൻ ഖരീബു യറദ്ദുഹു മഖാമുഹു ഇലാ അസ്ലിഹി, ഇനി ആരെങ്കിലും അതിൽ യഥാർത്ഥ തിജാനിയായ അള്ളാഹു ഉദ്ദേശിച്ച ഒരാളാണ്, ആ ആള് കുറഞ്ഞ സമയത്തേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നീങ്ങിയാൽ, അവന് ദുനിയാവിലൊരു താല്പര്യം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക്, ദുനിയാവിന്റെ എന്തെങ്കിലും താല്പര്യത്തിലേക്ക് മടങ്ങിയാൽ, അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തെങ്കിലും താല്പര്യത്തിലേക്ക് മടങ്ങിയാൽ, ആ പോയത് തന്നെ തിരിച്ച് അതേ രൂപത്തിൽ അതിന്റെ അസലിലേക്ക്, അതിന്റെ ഒറിജിനിലേക്ക് അവൻ മടങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തരും. റബ്ബർ ബാൻഡ് പോലെ നമ്മൾ വലിച്ചിങ്ങ് നീട്ടിയാൽ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതേ പോയി വരുന്നൊരവസ്ഥ അത് നമുക്ക് ഉണ്ടായിത്തീരും. കാരണം അതാണ് നമ്മൾ ആ തിജാനികളാണെങ്കിൽ അതാണ് നമ്മളുടെ യഥാർത്ഥ അവസ്ഥ. നമ്മൾ തിരിച്ച് അതേ അവസ്ഥയിലേക്ക് മടങ്ങി വരും. അല്ലദീ ഹുവ സഫ, ആ ഒറിജിനൽ അവസ്ഥ എന്താണ്? അത് നമ്മളുടെ ശുദ്ധമായ അവസ്ഥയാണ്. അലിയന്നഹു മബ്നാഹു ഫി ഇൽമി റബ്ബിഹി, അതാണ് അള്ളാഹുവിന്റെ ഇൽമിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഫകുല്ലമൻ സബഖ ഫി ഇൽമില്ലാഹ് അന്ന തിജാനിയു, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരാൾ തിജാനിയാണെന്ന് ഉദ്ദേശിച്ച ആരുണ്ട്, അള്ളാഹിന്റെ തീരുമാനത്തിലോട്ട്. നമ്മളെല്ലാവരും തിജാനി ആവണമെന്നൊന്നുമില്ല. അള്ളാഹു നമ്മളെ തിജാനികളെ മരിപ്പിക്കട്ടെ. അള്ളാഹിന്റെ കണക്കിലുള്ള തിജാനി, അള്ളാഹിന്റെ കണക്കിൽ ഒരാൾ തിജാനിയാണെങ്കിൽ ലം യകുൻ ഹാത്ത സഫത്തുഹു യദു ഖുദ്റതി, അവൻ തിജാനി ആവൂല. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ അവൻ തിജാനിയായി മരിക്കൂല. അള്ളാഹുവിന്റെ ശക്തി കൊണ്ട്, അവന്റെ കരങ്ങളുടെ ശക്തി കൊണ്ട് അവനെ ശുദ്ധീകരിച്ചിട്ടല്ലാതെ. ഒരാൾ തിജാനിയായി മരിക്കുന്നവനാണ്, അവനാണല്ലോ യഥാർത്ഥ തിജാനി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹു ആദ്യേ തിജാനിയായി നിശ്ചയിച്ചവൻ, അല്ലെങ്കിൽ മരിക്കുമ്പോൾ തിജാനിയാവുന്നവൻ. ഇതാണ് ഈ ആദ്യേ തിജാനിയായി നിശ്ചയിക്കുന്നവനാണ് മരിക്കുമ്പോൾ തിജാനിയാവുക. അല്ലാത്തവര് തിജാനി വരും പോവും ഒക്കെ ചെയ്യും. കാരണം അവർ തിജാനി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അവരെ വെച്ചിട്ട് നമുക്ക് ഈ വിശേഷണങ്ങളൊന്നും അളക്കാൻ പറ്റൂല. നമുക്ക് തോന്നും ഒരു തിജാനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വിശേഷണങ്ങളൊന്നും അവന്റെ ഹൃദയത്തിലില്ല. ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആഖിറത്തിന്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അള്ളാഹിന്റെ ആഗ്രഹം ഒന്നും അവന്റെ ഹൃദയത്തിലേക്ക് വരുന്ന തന്നെയല്ല. പക്ഷെ അവൻ തിജാനിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും. അള്ളാഹു കാക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? അവൻ യഥാർത്ഥ തിജാനി അല്ല എന്നാണ്. കാരണം അവന് തിജാനിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പേരിനും തിജാനിയായി വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് യഥാർത്ഥത്തിൽ തിജാനിയാണോ, അവൻ മരിക്കുമ്പോൾ തിജാനിയാണെങ്കിൽ ഈ ഒരു അവസ്ഥ അവൻ ഉണ്ടാവൽ നിർബന്ധം. അവന് ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ ഒരു ആഗ്രഹവും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും തിജാനിയായ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ, അതായത് അവൻ മരിക്കുന്ന സമയത്ത് തിജാനിയായി മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇനി അതെല്ലാം അവന് ഇതിന് വിപരീതമായ എന്തെങ്കിലും അവന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ, അങ്ങനെ ഒരു തിജാനിയാണ് എന്ന് കരുതി അവന് ഒരു ആഗ്രഹവും ഒരു നിലക്കും ഒരു സമയത്തും ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവന് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഏതുപോലെയാണ് വൈൻകാൻ ലഹറമിൻഹു ഐറുഹു, ഈ പറഞ്ഞതിന്റെ വിപരീതമായ എന്തെങ്കിലും അവന്റെ ആ യഥാർത്ഥ തിജാനിയായ ആളുടെ അടുത്ത് നിന്ന് കണ്ടാൽ, അതായത് അവൻ ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ, ആഖിറത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ, അങ്ങനെ അവസ്ഥ അവൻ ഉണ്ടായാൽ, ഖാൻ ഹുക്കുമു, അവന്റെ വിധി ഏതുപോലെയാണ്? കസ്വബി, ഒരു കുട്ടീനെ പോലെയാണ്. ഇൻതഫശ
ലിൽ ഖിതാൽ, അവൻ ഇങ്ങനെ കച്ചറ വിടാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി ഇങ്ങനെ ഒരുമ്പിട്ട് വരും. ഫഅൻ ഖരീബിൻ തസൂലു ജുംറത്തു, പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു തീക്കനൽ ഇല്ലാണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ ഈ ഒരു വാക്യം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മോനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ നമ്മളിപ്പോ ഓനൊക്കെ ചിലപ്പോൾ പറയും ഞാൻ മുണ്ടൂല, എനിക്ക് വേണ്ട, ഞാൻ നിങ്ങൾ മുണ്ടൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി നിൽക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആ മോനെ അവിടെ നോക്കി, എന്താ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ അങ്ങനെ പറയലും മുട്ടായി കാണിച്ചു കൊടുത്താൽ അവനത് എന്തിനാ അവന് കച്ചറ ഉണ്ടാക്കിയെന്ന് തന്നെ അവൻ മറന്നു പോകും. അവനൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല അവന്റെ മനസ്സിൽ. അതുപോലെ ആയി തീരും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതായത് തിജാനികൾക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ, ഉള്ളിൽ ഒരവസ്ഥ, ഇതല്ലാത്തൊരവസ്ഥ അവന്റെ ഭാഗത്ത് വെളിവായാൽ ഉടൻ അവൻ അതിൽ നിന്ന് തിരിഞ്ഞു മടങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും. അവൻ അത് സ്ഥായിയായി നിലനിൽക്കൂല. അലബിഹി, അങ്ങനെ അവന്റെ അളവ്, ആ കുട്ടിയുടെ പേടിയുടെ കനൽ നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും. അത് മുഴുവൻ അവൻ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്താ ഇപ്പൊ ഞാൻ ചെയ്തിരുന്നതെന്നോ എനിക്ക് അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നെന്നോ ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ ഉണ്ടായിത്തീരും. ഈ തൊഹാറത്തെ അസ്ലിഹി, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുന്നത്? അവരുടെ അസ്ല് ശുദ്ധമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു തിജാനിയാണോ, നമ്മളെപ്പോഴും പരിശോധിക്കുക, നമ്മൾ തിജാനിയാണോ യഥാർത്ഥത്തിൽ നമ്മൾ തിജാനിയാണോ, നമ്മൾ അസല് സഹീഹായിരിക്കും. അസല് ഭയങ്കര പ്യുവറായിരിക്കും, ശുദ്ധമായിരിക്കും. ഒരിക്കലും നമുക്ക് ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല, ഒരു തെറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല, ഒരു മോശത്തിൽ നിലനിൽക്കാൻ പറ്റൂല, ഒരു ദുനിയാവിന്റെ താല്പര്യത്തിൽ നിലനിൽക്കാൻ പറ്റൂല, ആഖിറത്തെ താല്പര്യത്തിൽ നിലനിൽക്കാൻ പറ്റൂല. അത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ നമുക്ക് കാണും. അള്ളാഹു പൂർണ്ണമായി നമ്മൾ ആ ശുദ്ധി നമുക്ക് വരുത്തിയിട്ടല്ല നമ്മളെ തിജാനിയായിട്ട് മരിപ്പിക്കൂല. ആ മരണം നമുക്ക് ഉണ്ടാവുന്നത് ആ ശുദ്ധി പരിപൂർണമാക്കിയിട്ട് മാത്രമാണ്. അതായത് ഈ മോശമായ താല്പര്യങ്ങളുണ്ടല്ലോ, ഹൃദയത്തിന്റെ കുറെ താല്പര്യങ്ങൾ, അത് ഒരുപാടുണ്ട്. അതായത് ചില ആൾക്കാർ പറഞ്ഞു അത് 200ഓളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമിൻ ബാദിഹ, അതിൽപ്പെട്ടതാണ് ചില കാര്യങ്ങൾ, നമ്മൾ ഹൃദയത്തിന്റെ ചില അസുഖങ്ങളും താല്പര്യങ്ങളും ഒക്കെ എണ്ണാണ്. എന്താണ് ബാദിഹ? ഹുബ്ബു ദുനിയാവിനോടുള്ള ആഗ്രഹം, ഇഷ്ടം. റിയാസത്തിഹി, സ്ഥാനമോഹങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ പറയാറുണ്ട് ഒരാളുടെ നഫ്സിൽ ഏറ്റവും വലിയ നഫ്സ് സ്ഥാനമോഹമാണ്. അതിനേക്കാൾ വലിയ നഫ്സ് ഒരാൾക്കില്ല. സ്ഥാനമോഹങ്ങളോടുള്ള താല്പര്യം വരിക. പിന്നെ ലോകമാന്യം, ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യൽ. വൽ ഹസദ്, അസൂയ. വൽ ഉജുബ്, താൻ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നൊരവസ്ഥ. വൽ കിബിർ, അഹന്ത, കിബിർ. വൽ ഐല്, വിദ്വേഷം. വൽ ഹിഖദ്, പക. വൽ ബഗി, ധിക്കാരം. വൽ അദബ്, ദേഷ്യം. ലിഅയ്രില്ല, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ദേഷ്യം പിടിക്കണമൊക്കെ തെറ്റാണെന്ന് വിചാരിക്കരുത്. ചില ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആധുനികമായ കുറെ തിയറികളൊക്കെ കാണാൻ പറ്റും. ഒരു നല്ല മനുഷ്യൻ തന്നെ ഒരിക്കലും ദേഷ്യം പിടിക്കാത്തവനാണ്, ദേഷ്യം അവന് തൊട്ട് വേണ്ടിയിട്ടുണ്ടാവില്ല, ദേഷ്യം അവനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ, മഹത്തുക്കളൊക്കെ പലരും ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ. ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യം പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദേഷ്യം പിടിക്കാതെ എങ്ങനെ നമ്മൾക്ക് ഒരു യുദ്ധം ചെയ്യാൻ പറ്റുക? നമ്മളൊരു സുഹാസങ്ങൾ സഹാബാക്കൾക്ക് യുദ്ധം ചെയ്തിട്ടില്ലേ? നമ്മളൊരാളോട് പോരാടണം, നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പോരാടാൻ പറ്റുമോ? നമ്മളെന്തിനാ ദേഷ്യം പിടിക്കണം? പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ദേഷ്യം പിടിക്കുക, സ്വന്തം നഫ്സിന് വേണ്ടിയാവരുത്. സ്വന്തം നഫ്സിന് വേണ്ടിയാണ് നമ്മൾ ദേഷ്യം എന്നതിന് തെളിയിക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ആ കാരണം എന്താണോ ആ വിഷയം അവരിന്ന് മാറിയാൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു ഇസ്ലാമിന്റെ ശത്രുക്കളായ ഒരാളോട് യുദ്ധം ചെയ്യാണ്. ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തൗഹീദിലേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു, അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിനോടുള്ള ശത്രുത ഒഴിവാക്കി. എപ്പോഴാണ് ഒഴിവാക്കണം ആ സമയം നമുക്ക് അവരോടുള്ള ദേഷ്യം ഒഴിവാണ്. ആ ശത്രുത ഒഴിവാക്കുന്നതോട് കൂടി നമുക്ക് ആ ദേഷ്യം ഒഴിവാണ്. നമുക്ക് സ്വന്തമായാലും ദേഷ്യമൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ദേഷ്യം ഉണ്ടായാൽ ഒരിക്കലുണ്ടല്ലോ, ഒരു സഹാബി ഒരാളെ വധിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, അയാൾ മരിക്കാനുള്ള പേടിയിൽ. അപ്പൊ സഹാബി മനസ്സിലായത് മരിക്കാനുള്ള പേടിയിലാണ് പറയണത്. എന്നിട്ടും അദ്ദേഹത്തെ കൊന്നു. പ്രശ്വാസങ്ങളെടുത്ത് ഈ കാര്യം വന്ന് പറഞ്ഞ പ്രശ്വാസങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ ഹൃദയം ഒന്ന് കീറി പൊളിച്ച് നോക്കായിരുന്നില്ലേ? അതായത് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്ത് കാര്യം ചെയ്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ അവർ ഹൃദയം കൊണ്ട് അത് ഉണ്ടോ നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്കണം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഉള്ള ദേഷ്യം, വെറുതെ ദേഷ്യം പിടിക്കുക. നമ്മളെ കുട്ടികളൊക്കെ തല്ലാൻ ചിലപ്പോൾ ദേഷ്യം പിടിക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ ഒരു അതപകേട് ഓരോ ഭാഗത്തുനിന്ന് കണ്ടു, അല്ലെങ്കിൽ മോശം വാക്ക് പറയുന്നത് കൈ കണ്ടു, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം പിടിക്കണം, അവരെ അടിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ വെറുതെ ആരോടോ പിണങ്ങി അതിൻ്റെ പേരിൽ കുട്ടികളെ കുറേ അടിക്കുക, അതെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല അവൻ ദേഷ്യം. ഇപ്പൊ ദേഷ്യം ഒരിക്കലും പിടിക്കാതിരിക്കുക എന്നുള്ളതല്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത ദേഷ്യം പിടിക്കൽ. വലിഷ് യഷ് എന്ന് പറഞ്ഞാൽ വഞ്ചന, വസുമാത്ത് പേര് കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. വൽ ബുഖൽ പിശുക്ക്, വരെ അറാദ് അനിൽ ഹക്ക്, പിന്നെ ഹക്കിൽ നിന്ന് തിരിഞ്ഞു കളയൽ. ഇസ്തിക്ബാറൻ കിബിർ കൊണ്ട്, അതായത് സത്യമാണെന്ന് അറിയാം, പക്ഷെ ഞാനൊക്കെ എങ്ങനെയാ ആ സത്യത്തിന് ഉൾക്കൊള്ളാൻ, അത് ശരിയല്ല, ഇപ്പൊ എനിക്കാ പറ്റൂല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നമ്മളൊരു കുറച്ച് ഉയർന്ന അവസ്ഥയിലുള്ള ആളാണെങ്കിൽ ഒരു താഴ്ന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് ആൾത്തെ സത്യമെങ്കിൽ ഞാനെങ്ങനെ അപ്പോൾ ഓന്റെ സത്യത്തിനൊക്കെ അംഗീകരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഹിമാലായ അനി, നമുക്കറിയാത്ത വിഷയങ്ങളിൽ ഇടപെടുക, എല്ലാ വിഷയത്തിലും ഇടപെടുക, തലയിടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ. അനാവശ്യമായ കൊതി. വൽ ഹൗഫുൽ ഫഖർ, അതായത് ദാരിദ്ര്യം ഭയിക്കുക. വസഹത്തൽ മഖ്ദൂർ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വിധിയിൽ തൃപ്തിയില്ലാതിരിക്കുക. വൽ ബത്തർ, അഹങ്കാരത്താൽ അനുഗ്രഹത്തെ നിഷേധിക്കാം. അതായത് സമ്പന്നരുടെ അവരുടെ സമ്പത്തിന് വേണ്ടിയിട്ട് ആദരിക്കുക. വലിയ സമ്പന്നരായ ആൾക്കാരാണെങ്കിൽ അവർ ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ ആദരിച്ചു കൊണ്ടെടുക്കുക. പിന്നെ ദരിദ്രരായ ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ദാരിദ്ര്യം കൊണ്ട് അവർ പുച്ഛിക്കുകയും ചെയ്യാം. വൽ ഫഹർ കാണിക്കാം, സ്വന്തം പെരുമ കാണിക്കാം. വൽ ഹുയല, പൊങ്ങച്ചം കാണിക്കാം. തനാഫുസും ഫി ദുനിയാവിന് വേണ്ടി ഇങ്ങനെ മത്സരിക്കാം. വൽ മുബാഹാത്ത്, പെരുമ പറയാം. തദയ്യുൻ മഹ്ലൂഖീൻ, സൃഷ്ടികൾക്ക് മുമ്പിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുക, സൃഷ്ടികളുടെ മുമ്പിൽ വലിയ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുക. മുദാഹനത്ത്, മുഖസ്തുതി പറയാം. മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ രാജാവിന്റെ മുഖസ്തുതി പറയുക, നമ്മളേതെങ്കിലും സ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ മുഖസ്തുതി പറയാം. അത് വഹുബുൽ മദ്ഹ്, നമ്മളെ മദ്ഹ് പറയുന്നത് ഇഷ്ടപ്പെടുക, നമ്മളെ പുകയത്തി പറയുന്നത് ഇഷ്ടപ്പെടുക. ബിമാലം യഫ്അൽ, നമ്മൾ ചെയ്യാത്ത വിഷയത്തിന് വേണ്ടി നമ്മളൊന്ന് ആൾക്കാരെങ്കിലും പൊക്കി പറഞ്ഞാൽ നമുക്ക് ഉഷാറാന്ന് തോന്നാം. വൈസ്തിഗാല് ബി ഒയൂബിന്നാസി അൻ ഒയൂബിഹി, സ്വന്തം കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറവ്, മനുഷ്യന്മാരെ കുറവ് തേടി അന്വേഷിച്ച് നടക്കാം. നിസിയാനി, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്നുപോവുക. നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ എനിക്കൊന്നൊന്നുമില്ല, ഞാനിനി ഒന്നിനും പറ്റൂല, എനിക്ക് എന്താ അള്ളാഹ് അനുഗ്രഹം തന്ന്, കഷ്ടപ്പാട് മാത്രമേ തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ മറന്നുപോവുക. ആകെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ളൂ, ബാക്കി മുഴുവൻ അനുഗ്രഹിക്കും തന്നിട്ടുണ്ടാവുക. അനുഗ്രഹം തന്നെയാണ് തന്നത്. അള്ളാഹിന്റെ ദീനും ത്വരീക്കത്തും ഇതിനൊക്കെ വലിയ അനുഗ്രഹം എന്താ ഉള്ളത്? എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ മറക്കാം. വല്ല ഹമിയത്ത് എന്ന കക്ഷിപക്ഷം ബാധിത്വം കാണിക്കാം. നമ്മൾ കൂട്ടരാണെങ്കിൽ ഇപ്പോൾ മലപ്പുറത്തുകാർ കോഴിക്കോട്ടുകാരെ ഞാൻ മലപ്പുറമാണെങ്കിൽ കോഴിക്കോട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കണ്ണൂരുകാർ കോഴിക്കോട്ടുകാരെ ചിത്ത പറയുക. ഏതെങ്കിലും ആണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ വേറെ നാട്ടുകാർ, രാഷ്ട്രീയക്കാർ വേറെ രാഷ്ട്രീയക്കാർ, അങ്ങനെ ഏതെങ്കിലും കക്ഷി ചേർന്നിട്ട് പറയാം. നമുക്ക് മനുഷ്യന്റെ ഒരു മോശം സ്വഭാവമാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ആ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. 2 ദിവസം നമ്മൾ 2 ആൾക്കാർ വർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൂട്ടത്തിന്റെ ആൾക്കാരെ പിന്നെ ഇവിടെ നിന്ന് വെടിവെക്കുക ചെയ്യുക അങ്ങോട്ട് മറ്റേ കൂട്ടത്തിലേക്ക്. കുറച്ച് കഴിയുമ്പോൾ 2 ആൾക്കാർ വേറെ ആൾക്കാർ വർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ആ കൂട്ടത്തിന്റെ ആൾക്കാർ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെടിവെക്കുക ചെയ്യുക. അതുപോലെ ഒരു കക്ഷിപക്ഷപാതിത്വം കാണിക്കുക, ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ ആളാവുക. ആയില്ല, അള്ളാഹുവിനല്ലാതെ പേടിയും അള്ളാഹിനോടല്ലാതെ ആഗ്രഹവും ഉണ്ടാവുക. നിഹായത്തും മിൻകുല്ലിമായനാഫി ആദാബിൽ ഉബൂദിയ, അങ്ങനെ ഉബൂദിയത്തിന്റെ ആദാബുകളെ ഹനിക്കുന്ന അതുപോലുള്ള ഒരുപാട് മറ്റു മോശം ഗുണങ്ങളും. ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞാൽ എന്തിനാ? ഈ ഗുണങ്ങളൊക്കെ ഒരു തിജാനിന്റെ അടുത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസലിയായി അവനുണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ പരിശോധിക്കുക നമ്മൾ തിജാനിയാണോ എന്ന്. അസലിയായി തിജാനിക്ക് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് അത് പോയി തിരിച്ച് അതിലേക്ക് തന്നെ വരും, നല്ല അവസ്ഥയിലേക്ക് തന്നെ വരും. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങുന്ന, അതിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഒരു തിജാനിക്ക് ഉണ്ടാവില്ല. മിൻ ആദാബിൽ മആമലത്തി മഅല്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുമായി ഉള്ള
ഇടപാടുകളിലുള്ള അദബുകൾ പെട്ടതാണ്. കഹുബിൽ ലിബാസിൽ അർദിയത്ത് സിയാദത്ത് ബിഹൈസ് ലം യർദാ ബികിസ്വത്തിൽ മംലൂക്കിയ. അള്ളാഹു നമ്മളുടെ ഈ നേതൃത്വത്തിന്റെ അധികാരത്തിന്റെ ഒക്കെ വസ്ത്രം അണിയാൻ ശ്രമിക്കുക എന്നുള്ളത് അതും ഒരു മോശപ്പെട്ട അദബാണ്. കിസ്വത്തിൽ മംലൂക്കിയത്തി യതശവ്വഫു ഇലാ മർത്തബത്തി സിയാദ. അങ്ങനെ സിയാദത്തിന്റെ നേതൃത്വത്തിന്റെ അധികാരത്തിന്റെ ഒക്കെ ഒരു പദവി ആഗ്രഹിക്കുക എന്നുള്ളത്. അല്ലദീ ഹിയ ഇജ്വൽ കമാൽ വൽ അനാനിയ. ആ ഒരു പദവിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇജ്ജത്തിന്റെ ഒരു പരിപൂർണതയുടെ അനാനിയത്തിന്റെ ഞാൻ എന്നുള്ള അവസ്ഥയുടെ ഒക്കെ ഒരു കാര്യമായി നമ്മൾ കാണുന്നത്. വനഫറത്ത് നഫ്സഹു മിൻ അസ്ലിഹി. എന്നിട്ട് നമ്മുടെ നഫ്സിൻ എന്ത് ചെയ്യുക, അതിന്റെ അസിലിൽ നിന്ന് വിമുഖത കാണിക്കാം. നഫ്സിന്റെ അസിൽ എന്താ? അല്ലദീ ഹുവ ദുല്ലു ബിൽ അലബതി മുൽഖി വഅജ്സി ബിസത്വതി ഖുദ്റതി ഇറാദതി. അതെന്താണ്? അള്ളാഹുവിന്റെ കീയിൽ നിന്ന് തായ്മ കാണിക്കലും ഒരു കഴിവില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കലും ഇതൊക്കെയാണ് ഒരു ശരിക്കും നമ്മളുടെ സ്വയം അവസ്ഥ. നമുക്കൊരു കഴിവുമില്ല, നമ്മൾ അള്ളാഹുവിന്റെ അധികാരത്തിലാണ്, അവന്റെ ശക്തിയുടെ പിടുത്തത്തിലാണ്, ഒന്നിനും നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും നമ്മളുടെ ആസിൽ. അത് മാറി നമുക്കൊന്നിങ്ങനെ മേൽക്കോയ്മ തോന്നുന്നൊരവസ്ഥ, നമുക്ക് അധികാരം ഉണ്ടെന്ന് തോന്നുന്നൊരവസ്ഥ, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കാം. ഫഖദ് ശറഫ അല്ലാഹു അഹ്ലു ത്വരീഖത്തുൽ ഊല മിൻ അംറാദിൽ ബാത്തിനി കുല്ലുഹാ ബിഖതാഇ അലാഖതി അസ്ലിഹാ. അപ്പം ഈ ത്വരീഖത്തിന്റെ അഹലുകാര്, പ്രത്യേകിച്ച് ഒന്നാമത്തെ ത്വരീഖത്തിന്റെ അഹലുകാരെ, അതായത് സ്വഹാബാക്കളുടെയും തിജാനികളുടെയും ഒക്കെ പ്രത്യേകത എന്താണ്? വഖദ് ശറഫ അല്ലാഹു, അവർക്ക് അവരെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. പിന്നെ അംറാദൽ ബാത്തിൻ, ഈ മോശപ്പെട്ട ആന്തരികമായ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് കുല്ലുഹ പരിപൂർണമായിട്ടും ബിഖതാഇ അലാഖതി അസ്ലിഹ. എങ്ങനെയാണത് അതിൽ നിന്ന് ഒഴിവായത്? അതിന്റെ വേറൊർത്തുകൊണ്ട്. അപ്പം നമുക്ക് ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നത് നേതൃത്വം ആഗ്രഹിക്കുന്നത്, വീണ്ടും എടുത്തു പറഞ്ഞല്ലോ, ആ നേതൃത്വം ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ നേതൃത്വം ആഗ്രഹിക്കുന്നത് അഹങ്കാരം, അസൂയ, ലോകമാന്യം അങ്ങനെ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ തന്നെ, അതൊക്കെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. എങ്ങനെ എടുത്തു കളഞ്ഞിട്ടുള്ളത്? അതിന്റെ അസലിനെ, അതിന്റെ വേരിനെ അർത്ഥകൊണ്ടാണ്. അല്ലദീ ഹുവ ഹല്ലു മഅല്ലാഹ് വഹല്ലു ഫീ ഖലായിഖി. അത് അള്ളാഹിന്റെ കൂടെയും അടിമകളുടെ കൂടെയും നമ്മൾ എന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ച് പുലർത്തലാണ്. അടിമകളോട് ഇടപഴകുമ്പോൾ അതിന് എന്തെങ്കിലും താല്പര്യത്തിന്റെ മേലിലാവുക, ഉടമനോട് ഇടപെടുമ്പോൾ എന്തെങ്കിലും താല്പര്യത്തിന്റെ മേലിലാവുക, അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഉണ്ടാവുക. അത് ഒഴിവാക്കിക്കൊണ്ടാണ്. ഹമാ അസ്ഫാറുജു സുജാജതുഹും വഅൻവാറുഹ. അപ്പോൾ അള്ളാഹു ഈ ത്വരീഖത്തിന്റെ അഹലുകാരെ, യഥാർത്ഥത്തിലുള്ള ത്വരീഖത്തിന്റെ അഹലുകാരെ പിന്നെ ഈ മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് മോശപ്പെട്ട ഗുണങ്ങൾ ഓരോന്നിങ്ങനെ ഒഴിവാക്കുന്നതിലൂടെയല്ല. അങ്ങനെ ഒഴിവാക്കിയാൽ വീണ്ടും വീണ്ടും അതിങ്ങനെ തകർത്തു വരും. പകരം എന്ത് ചെയ്തു? മൊത്തത്തിൽ ഇതിനെ വേരർത്ഥത്തോടുകൂടി ആ സാധനം ഇല്ലാണ്ടായി. ആ വേരെന്താണ്? അള്ളാഹിനെ തൊട്ടും അള്ളാഹിന്റെ വിഷയത്തിലും സൃഷ്ടികളുടെ വിഷയത്തിലും താല്പര്യങ്ങൾ ഉണ്ടാവരാണ്. ദുനിയാവോ ആഗ്രഹവും ആഗ്രഹിക്കാതെ ആഗ്രഹവും ആഗ്രഹിക്കാതിരിക്കുക. ദുനിയാവോ ആഗ്രഹമില്ല, ആഗ്രഹത്തിലും ആഗ്രഹമില്ല. നമ്മളൊരു കാര്യം പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് രക്ഷ വേണമെന്ന് തോന്നുന്നില്ല, ആഗ്രഹത്തിന് രക്ഷ വേണമെന്ന് തോന്നുന്നില്ല. അള്ളാഹിന്റെ അടുക്കലാണ്, അള്ളാഹിന്റെ ഫضലിലാണ്, അള്ളാഹിന്റെ അനുഗ്രഹത്തിലാണ് എല്ലാം. നമുക്കൊന്നും ഒരു താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്ന അള്ളാഹ് കൽപ്പിച്ചുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഒരു താല്പര്യം നമുക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നില്ല? ഈ കിബറും അസൂയയും ലോകമാന്യവും നേതൃത്വം ആഗ്രഹിക്കലും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പീതെടുത്ത് കളഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ തിജാനികളാണെങ്കിൽ. എന്നിട്ട് പറയാൻ എത്ര പരിശുദ്ധമാണ് അവരുടെ കണ്ണാടി, എത്ര പരിശുദ്ധമാണ് അതിൽ വെളിവാവുന്ന പ്രകാശങ്ങൾ. വമാ അഖ്വാഹും അലാ തഹമ്മുലി സിലാഹി ശഫാഇ അലാ ഖുദറാത്തി നുഫൂസ്. അങ്ങനെ നഫ്സിന്റെ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി എത്ര പവിത്രമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ നിലനിൽക്കുന്നത്. ലാക്കിൻ വൈൻ ജറത്തഹുമുല്ലാഹു മിൻഹാ വഅൻസലഹുൽ മൻസിലത്തുൽ ഖുസ്വാ മിനൽ ഇത്ഖാൻ. അള്ളാഹു അവരെ അങ്ങനെ ഒരു അവസ്ഥ വെച്ചത് എന്താണ്? അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും അവരെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പാത്രം ശരിയാക്കിയതാണ്. മാത്രമല്ല അവരെ അള്ളാഹു പരിപൂർണതയുടെ വസ്ത്രം അണിയിപ്പിച്ചതാണ്.
ഫലാ ബുദ്ദ ലനാ അൻ നുലിമ്മ ബിശൈഇൻ മിൻ ഹുദൂദിഹാ വമാ വറദ മിൻ ദംബിഹാ ലിതഫറ ഖുലൂബ അഹ്ലിഹാ വതഅദ്ദബ അലാ ശുക്രി റബ്ബിഹാ. എന്നാൽ ഇങ്ങനൊക്കെ ആണെങ്കിലും ചില സമയങ്ങളിൽ അവർക്ക് അള്ളാഹു ഇത് എന്ത് ചെയ്യും, ഇതിലേക്കൊരു മടങ്ങുന്നൊരവസ്ഥ, നേരത്തെ പറഞ്ഞ ഈ മോശം ഗുണങ്ങളിലേക്ക് ഇടക്കിടക്കൊന്നും പോയി നോക്കുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാവും. അതായത് അവർ ഈ പരിപൂർണതയിലാണെങ്കിലും ഒരിക്കലും ഒരു തിജാനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിന്റെ സാരം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവുന്നത് പോലെ, ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇപ്പം ഈ മാളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെറിയ ഒരു റബ്ബറിന്റെ ഒരു സ്പ്രിങ് പോലത്തെ സാധനം ഇങ്ങനെ കൈപ്പിടിച്ച് കൊണ്ടുപോകും. എന്തിനാണ്, കുട്ടികൾ എത്ര ഓടിപ്പോയാലും ആ സ്പ്രിങ് കൊണ്ട് നമ്മൾ പിടിച്ച് വലിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു തിജാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ തിജാനിയാണെങ്കിൽ അവന് ഈ പരിപൂർണതയും ഈ പരിശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ചിലപ്പം ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ, ഈ മോശപ്പെട്ട ഗുണങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കുന്നൊരവസ്ഥ അവൻ ഉണ്ടായിത്തീരും. അത് അള്ളാഹു അവന് കൊടുക്കുന്ന എന്തിനാണ്? ലിതഫറഹ ഖുലൂബ അഹ്ലിഹാ വതഅദ്ദബ അലാ ശുക്രി റബ്ബിഹാ. അവന്റെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കാനും അള്ളാഹു നന്ദി ചെയ്യാനും വേണ്ടി. നേരത്തെ എന്ത് നല്ല അവസ്ഥയായിരുന്നു, ഇപ്പൊ തിരിച്ചിങ്ങോട്ട് മടങ്ങിയപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ ആ പഴയ അവസ്ഥ വളരെ മോശമായിരുന്നു, കുറെ ഞാൻ ഇങ്ങനൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ചിന്തിച്ച് അദബിലായി ശുക്റിലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലദീ ഖതറഹ അലാ കമാലി സഫായ് ഫലം യബ്കാലം ലഹും ബഅദൽ വുജൂദി വദ്ദുഹൂർ ഇല്ലാ الظهور بكسوة ألبسها لهم السيد في أزل مطمئنين في حال لبسها. കാരണം അവരുടെ അവസ്ഥ എന്താണ്? അവരിലൊന്നും ബാക്കിയാവില്ല. അള്ളാഹു അസലിയായി, അള്ളാഹു ആദ്യമേ എന്താണോ അവരുടെ അവസ്ഥയിൽ വെച്ചിട്ടുള്ളത്, അവരുടെ പരിശുദ്ധിയിൽ വെച്ചിട്ടുള്ളത്, ആ പരിശുദ്ധിയിലേക്ക് അവർ മടങ്ങാതെ, അവർക്ക് ആ പരിശുദ്ധിയാവുന്ന വസ്ത്രമണിയാതെ അവർ പോവില്ല. അതിലായിരിക്കും മുത്മഇന്നീന ഫീ ഹാലി ലുബ്സിഹാ, ആ വസ്ത്രം അണിയുന്നതിലായിരിക്കും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുക. ഷാഹിദീന അളമത മൻ അൽബസഹും ഖബല വജൂദിഹിം ബിലാ സബ്ബിൻ മിൻഹും വലാ തഅമ്മുലിൻ. അവര് അതിനെ ആ ഒരു വസ്ത്രത്തെ, അവരണിയുന്ന ആ വസ്ത്രത്തിൽ അവർ സാക്ഷ്യം വഹിക്കും. എങ്ങനത്തെ വസ്ത്രമാണത്? അവർക്കത് ഒരു കാരണം കൊണ്ടും കിട്ടിയതല്ല, ഒരു അമല് കൊണ്ടും കിട്ടിയതല്ല. അവർ ഈ ഉബൂദിയത്തിന്റെ ഈ പവിത്രമാർന്ന വസ്ത്രം അവർ ധരിക്കുന്നത് അവരെന്തോ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയതല്ല, അതുപോലെ തന്നെ ഒരു കാരണം കൊണ്ട് അവരിലേക്ക് വന്നു ചേർന്നതുമല്ല. അങ്ങനത്തെ ഒരു വസ്ത്രത്തിൽ അവർ സന്തോഷം കണ്ടെത്തും. അതുപോലെ തന്നെ അവര് അവരുടെ യജമാനനെ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിന് ഉന്മേഷം പകരുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ റബ്ബിലുള്ള പരിപൂർണതയിലും പരിശുദ്ധിയിലും അതിലുള്ള സിദ്ഖിലും അവർ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ആരെയാണോ അള്ളാഹു പരിപൂർണനാക്കിയിട്ടുള്ളത് അവനാണ് യഥാർത്ഥത്തിൽ കാമിലായവൻ. ആരെങ്കിലും സ്വന്തം നഫ്സ് കൊണ്ട് പരിപൂർണത നേടാൻ ആഗ്രഹിച്ചവനാണോ അവൻ പരിപൂർണനല്ല, അവൻ കുറവുള്ളവനാണ്. അപ്പോ ഒരു തിജാനി യഥാർത്ഥത്തിൽ പരിപൂർണനാവണത് എന്തുകൊണ്ടാണ്? അവൻ ആദ്യമേ അള്ളാഹു പരിപൂർണനാക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് അവനെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും അതുകൊണ്ടാണ് അവൻ ഈ അവസ്ഥ ഓട്ടോമാറ്റിക്കലായി ഉണ്ടായിത്തീരുന്നതും. അപ്പോ ഒരു തിജാനി പരിപൂർണതയിലേക്ക് എത്തുന്നത് അള്ളാഹു അവനെ പരിപൂർണനാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അള്ളാഹു പരിപൂർണനാക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ യഥാർത്ഥത്തിൽ പരിപൂർണരാവും. എന്നാൽ സ്വയം ഞാനൊന്ന് പരിപൂർണനാവട്ടെ, ഞാൻ ഉഷാറാവട്ടെ, എനിക്കിത് നേടിയെടുക്കണം, അത് നേടിയെടുക്കണം എന്ന് വിചാരിച്ച് സ്വന്തം പരിപൂർണനാകാൻ ആരൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരും പരിപൂർണനായിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായി ചിന്തിക്കുക. ഫൈദാ സമയത്ത് തായിഫത്തുൽ ഊല അങ്ങനെ വൈദാ സമയത്ത് തായിഫത്തുൽ ഊല, ഈ ഒന്നാമത്തെ വിഭാഗം ഉണ്ടല്ലോ, അതായത് യഥാർത്ഥ തരീഖത്തിന്റെ അഹലുകാര്, സ്വഹാബാക്കളും തിജാനികളൊക്കെ, അവര് ദമ്മശാരിയ ഈ മോശപ്പെട്ട ഗുണങ്ങൾ ശരീഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അവർ കേൾക്കുമ്പോൾ, ലിതിൽക്കൽ ലവാസിം, ഈ മോശപ്പെട്ട ഗുണങ്ങളെ കുറിച്ചൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ, ഹമിദു റബ്ബഹും, അവർ റബ്ബിനെ സ്തുതിക്കും. അലാ തസ്ഫിയതിഹിം, അതിൽ നിന്നൊക്കെ അള്ളാഹു ശുദ്ധീകരിച്ചതിൽ,
ഇപ്പൊ കിബിറിനെ പറ്റിയും അസൂയനെ പറ്റിയും മറ്റ് ലോകമാന്യത്തെക്കുറിച്ചും അഹന്തനെക്കുറിച്ചും അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദേഷ്യം പിടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഈ വിശേഷണങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഒന്നാമത്തെ ത്വരീഖത്തിന്റെ അഹലുകാര് സന്തോഷിക്കും. എന്നിട്ട് അവര് അള്ളാഹുവിന് സ്തുതിക്കും. എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത്? അള്ളാഹുവെ, നമ്മൾക്കൊന്നും ഈ ഒരു അവസ്ഥ ഒന്നും അസലിയായി നമുക്ക് തന്നിട്ടില്ലല്ലോ, ഞാൻ ആ അവസ്ഥയിലല്ലല്ലോ, എനിക്കത് മാറേണ്ട അവസ്ഥ ഇല്ലല്ലോ, എനിക്ക് എപ്പോഴെങ്കിലല്ലേ അതിലേക്ക് പോയി പോകുന്നുള്ളൂ, എന്റെ ഹൃദയം അതിൽ നിന്നൊക്കെ ശുദ്ധമാണല്ലോ എന്നതിൽ അള്ളാഹുവിന് അവർ ഹംദ് ചെയ്യും. ബിഹി അലൈഹിം, ആ വിഷയത്തിൽ അള്ളാഹു അവർക്ക് കൊടുത്ത ഫദ്ലിനെ അവർ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവർ സ്തുതിക്കും. ഇൻ സമീഉ ഫളാഇലി സഫായി പരിശുദ്ധമായ ഈ പരിശുദ്ധിയുടെ വിശേഷണങ്ങൾ അവർ കേൾക്കുന്ന സമയത്തും അവർ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ച് അവർ അള്ളാഹുവിന് സ്തുതി ചെയ്യും. ഒരു കാരണവുമില്ലാതെ ഒരു തേട്ടവുമില്ലാതെ അള്ളാഹു ശുദ്ധീകരിച്ച ഒരു വിഭാഗവും അതായത് സുലൂക്ക് കൊണ്ടും കുറെ ആത്മീയമായ പരിശീലനങ്ങൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും കുറെ ദിക്ർ കൊണ്ടും കുറെ ഇബാദത്ത് കൊണ്ടും ഒക്കെ ഈ പരിശുദ്ധി നേടാൻ ആഗ്രഹിച്ചവരും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത് എന്ന് ശൈഖ് അവർ പറയാണ്. അള്ളാഹു ശുദ്ധീകരിച്ച ആൾക്കാരും എന്നാൽ സ്വയം ശുദ്ധീകരിക്കുന്നതിലേക്കും പരിശ്രമത്തിലൂടെയും ദിക്റിലൂടെയും ഇബാദത്തിലൂടെ ഒക്കെ ശുദ്ധീകരിച്ച് വന്ന ആൾക്കാരും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്. അവർ ശുദ്ധീകരിക്കുന്നതോടെ അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അവർ വീണ്ടും ഒരു അശുദ്ധിയിൽ നിന്ന് വേറെ അശുദ്ധിയിലേക്ക് പോയി. ഏതുപോലെയാണ് നമ്മൾ ഒരു പ്ലേറ്റ് ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യമാകുമ്പോൾ. നമ്മളിപ്പോ ഒരു പ്ലേറ്റിൽ അശുദ്ധി ഉണ്ട്, അപ്പൊ അശുദ്ധിനെ ക്ലീൻ ആക്കുന്നത് വേറെ അശുദ്ധി ഉപയോഗിച്ചാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ക്ലീൻ ആക്കൽ തന്നെ നടക്കുന്നുണ്ടാവുള്ളൂ, അശുദ്ധി അവിടെ നിലനിൽക്കും. അതുപോലെയാണ് ഒരു മനുഷ്യൻ സ്വയം ഇതൊക്കെ ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവൻ സ്വയം ശരിയാകാൻ ഉദ്ദേശിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ ശരിയാവില്ല. കാരണം അവൻ ഉപയോഗിച്ചത് എന്താണ്? മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം അള്ളാഹു ഒരാളെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പരിശുദ്ധിയുടെ ആയത്താണ്, അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. ആ പരിശുദ്ധി കൊണ്ട് അള്ളാഹു നമ്മളെ ശുദ്ധീകരിച്ചാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ ശുദ്ധീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തിജാനികൾ ശുദ്ധീകരിക്കപ്പെടുന്നതും. നമ്മൾ തിജാനികളാണെങ്കിൽ കേട്ടോ, ഇതിപ്പോ നമ്മളാവണം നിർബന്ധമൊന്നുമില്ല, അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. നിങ്ങൾ അറിയണം, അന്ന ദുനിയാ ഇബാറത്തുൻ അമ്മാ ഖബുലൽ മൗത്ത്. ഈ പറയുന്ന ഭാഗം ദുനിയാവ്, ഇപ്പൊ നേരത്തെ സൂചന നൽകിയല്ലോ, നമ്മൾ ദുനിയാവ് സ്വീകരിക്കുന്നത്, ദുനിയാവ് കൊണ്ടു നടക്കുന്നത് മോശാണ് എന്ന് പറയുന്നത് നല്ലതല്ല, ശരിയല്ല. ദുനിയാവ് നമുക്ക് സ്വീകരിക്കാം, ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് ആസ്വദിക്കാം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അതിലൂടെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കാനും അള്ളാഹിന്റെ സൗന്ദര്യത്തിന് ദർശിക്കാനും വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിനൊന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ സൂചന നൽകിയല്ലോ. ഞാൻ അതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് ഹദീസുകളിലൂടെ ഒക്കെ വിശദീകരിച്ച് പറയാം. അതിൽ നമുക്ക് സംശയം ഉണ്ടാവും, ഇതിനെ പ്രോത്സാഹനം നൽകിയ കുറെ ഹദീസുകളുണ്ടല്ലോ, അപ്പൊ അതും ഇതുമായിട്ട് എന്താ ബന്ധം? ദുനിയാവ് ഒഴിവാക്കണം എന്നല്ലേ നമ്മൾ ഹദീസ് നമുക്ക് പഠിച്ചത്? പിന്നെ എന്താ ഇതൊക്കെ എടുക്കുന്നത്? നമ്മളിങ്ങനെ പഠിച്ചത് ഇതൊക്കെ സൂക്ഷ്മതൊക്കെ ഇതൊക്കെ ഒഴിവാക്കലല്ലേ നല്ലത്? ഇത് നമ്മൾ പറയലുണ്ട്. എന്തിനാ ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നത്, എന്തിനാ തിജാനികൾ കുറെ ഭക്ഷണം കഴിക്കുന്നത്? സൂക്ഷ്മത്തിൽ ഭക്ഷണം ഒഴിവാക്കലല്ല നല്ലത്? എന്തിനാ അവർ പാട്ട് കേൾക്കുന്നത്? പാട്ട് ഒഴിവാക്കണമല്ല നല്ലത്? എന്തിനാ അവര് നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന വാഹനം ഒഴിവാക്കലല്ല നല്ലത്? ഇതൊക്കെ സൂക്ഷ്മതൊക്കെ സൂഫികളും ഇതൊക്കെ ഒഴിവാക്കുന്നതാണല്ലോ നമ്മൾ കണ്ടത്. എന്തിനാണ് ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്നത്? നല്ല വസ്ത്രം എന്തിനാണ് എടുക്കുന്നത്? പിന്നെ അവരൊക്കെ ഒഴിവാക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള മറുപടിയാണിത്. നിങ്ങൾ അറിയണം, അന്ന ദുനിയ ഇബാറത്തുൻ അമ്മാ ഖബുലൽ മൗത്ത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ? മരണത്തിന് മുമ്പ്, നമ്മളെ ശരീരം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് നിന്നുള്ളത് എന്താണോ അതാണ് ദുനിയാവ്. ഹൈറൻ കാനോ ഷെറൻ, അത് ഷെറാവട്ടെ നല്ലതാവട്ടെ മോശാവട്ടെ. വദാലിക സഹ ഇസ്തിസ്നാഉ മിൻഹാ ഫി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ചെറിയൊരു ഒഴിവ് പറയുന്നത് ശരിയാണ്. അതായത് ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിച്ച് പറയൽ ശരിയാണ്. എന്താണ്? വിശ്വാസങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ മൽഊനത്തുൻ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനൻ മാ ഫിഹാ ഇല്ലാ മാ കാന ഫിഹാ ലില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന് വേണ്ടി ആയിട്ടുള്ള അല്ലാതെ ബാക്കിയൊക്കെ അതിൽ
ദുനിയാവിലുള്ളതൊക്കെ ശപിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ അള്ളാഹുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശപിക്കപ്പെട്ടതല്ല. അതേസമയം ബാക്കിയുള്ള ദുനിയാവ് മൊത്തത്തിലും ദുനിയാവിലുള്ളതും ഒക്കെ ശപിക്കപ്പെട്ടതാണ്. ഫീഹുറ മറ്റൊരു റിവായത്ത് കാണാം, ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹു ആലിമൻ വ മുതഅല്ലിമൻ. ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന ഹദീസുണ്ട്. പക്ഷേ മറ്റൊരു റിവായത്ത് എങ്ങനെ പറയുന്നു? ആ ഹദീസിനെ തുടർച്ചയായിട്ട് പറയുന്നു, ഇല്ലാ ദിക്റുല്ലാഹ്, അള്ളാഹിന്റെ ദിക്ർ ഒഴികെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊഴികെ, അല്ലെങ്കിൽ ആലിമ്, ഒരു ഇൽമുള്ള ആള്, ആലിമ ഉദ്ദേശിക്കുന്നത് ഇൽമുള്ള ആള്, പഠിപ്പിച്ചു കൊടുക്കുന്ന ആള്, ആ ആലിമ വ മുതഅല്ലിമൻ, അത് കേൾക്കുന്ന ആള്, ഇവരല്ലാത്ത ദിക്റുമായിട്ട് ബന്ധപ്പെട്ടതും ഇൽമുമായിട്ട് ബന്ധപ്പെട്ടതും ഇതല്ലാത്ത ബാക്കിയൊക്കെ ദുനിയാവില് ശപിക്കപ്പെട്ടതാണ് എന്ന് ഒരു ഹദീസിൽ കാണാം. അഫിയോഹറ മറ്റൊരു ഹദീസിൽ ഇല്ലാ അമ്രുബിൽ മറ്റൊരു റിവായത്തിൽ ഇതേ ഹദീസിന്റെ തുടക്കം ശരി തന്നെയാണ്. എന്താണ് തുടക്കം? ദുനിയാവ് മൊത്തം ശപിക്കപ്പെട്ടതാണ്, ദുനിയാവുള്ളതൊക്കെ ശപിക്കപ്പെട്ടതാണ്. പിന്നെ ഇല്ല എന്ന് പറയുന്ന ഭാഗമാണ് മാറുന്നത് കേട്ടോ. ഇല്ല, വേറെ റിവായത്തിൽ ഇല്ലാ അമ്രുബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് ഒഴികെ, വനഹിയാൻ മുൻകർ, തിന്മ കൊണ്ട് വിരോധിക്കുന്നത് ഒഴികെ, വദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റും, ഇതല്ലാത്ത ബാക്കിയൊക്കെ ശപിക്കപ്പെട്ടതാണ്. വഫീഖറ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഇല്ല കഴിഞ്ഞൊരു ബാക്കി എന്താ പറഞ്ഞത്? മാ ഇബ്തുഗയ്യ ബിഹി വജ്ഹുല്ലാഹി തആല, അള്ളാഹിന്റെ വജ്ഹിനെ തേടുന്ന കാര്യങ്ങൾ ഒഴികെ. അപ്പൊ ഇന്നൊക്കെ എന്ത് മനസ്സിലാവുന്നുണ്ട്? ദുനിയാവുള്ളതെല്ലാം ശപിക്കപ്പെട്ടതും മോശപ്പെട്ടതും ഒന്നല്ല. നിങ്ങൾ വായിച്ചു നോക്കൂ, അള്ളാഹിന്റെ വജ്ഹിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ ശപിക്കപ്പെട്ടതല്ല, അള്ളാഹിന്റെ ദിക്ർ ശപിക്കപ്പെട്ടതല്ല, അള്ളാഹുവിന് നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ശപിക്കപ്പെട്ടതല്ല. അതുപോലെ അള്ളാഹിന്റെ ദിക്റും അതുമായിട്ട് ബന്ധപ്പെട്ടതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതൊന്നും ശപിക്കപ്പെട്ടതല്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതൊന്നും ശപിക്കപ്പെട്ടതല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ശപിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലായി. ഒരു ആരിഫിനെ സമയത്തോളം ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ആൾ പഠിപ്പിച്ചു തരണമെന്നില്ല. ഇത് ശപിക്കപ്പെട്ടതാണ്, ഇത് മോശമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ആരിഫിനെ സമയത്തോളം അവനെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവന് അനുഭവപ്പെടുന്നതൊക്കെ ശപിക്കപ്പെട്ടതാണ്, അതിലൊന്നും രസം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ആലോചിക്കും, ദുനിയാവിലെ അള്ളാഹു വേണ്ടി അല്ലാതെ ഒരുമിച്ച് കൂടുന്ന ഒരു ഒത്തുകൂടലിൽ ഒരു ആരിഫിന് ഒത്തുകൂടാൻ കഴിയോ? അവനിൽ എന്തെങ്കിലും ആനന്ദം കണ്ടെത്താൻ പറ്റുമോ? ദുനിയാവിലെ എന്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ആഖിറത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതിലുള്ള ഒത്തുകൂടൽ വരെ ഇവന് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. എന്തോ ഒരു ഡ്രൈ ആയിരിക്കും, അതിലൊക്കെ ആകെ ഒരു ശപിക്കപ്പെട്ട ഫീലായിരിക്കും. എന്താ ഈ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് തോന്നും. ഇതെന്താ ഈ ആൾക്കാർക്ക് എന്താ വേറെ ലോകത്താണ് ജീവിക്കുന്നത്? ഇത് ഞാനത് വേറെ ലോകത്താണ് ചിന്തിക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥ ആരിഫിനുണ്ടാവും. ഞാൻ നമ്മളെ പറ്റിയല്ല പറഞ്ഞത്, യഥാർത്ഥ ആരിഫിന് ഏതായി ലോകത്ത് ഞാനേതായി ലോകത്തും ചിന്തിക്കുന്ന ഒരവസ്ഥ. എന്തായാലൊക്കെ രസമെല്ലാം ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. കുറെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് പോകുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്താ ഇപ്പൊ ഇതൊക്കെ രസമുള്ളത്? എന്താ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്? എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഒരു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങുന്നു, അതാക്കണു ഇതാക്കണു. ഇത് എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? ആരെ കാണിക്കാനത് ചെയ്യുന്നത്? ആൾക്കാർ കണ്ട എന്താ കാര്യം? ഒന്നും എന്നാ അണിഞ്ഞൊരുങ്ങണ്ടെന്നല്ല പറഞ്ഞ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് പകരം ആൾക്കാരെ കാണിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്താ അതിലൊക്കെ ഉള്ളത്? നമ്മളിങ്ങനെ ചിന്തിക്കും, എന്ത് പൊട്ടത്തരാണ് ഇത് ചെയ്യുന്നതിൽ, എന്ത് സന്തോഷമുള്ളത്? ഒരു രസവുമില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി എത്രത്തോളം അത് അള്ളാഹുവിന്റെ ശാപം ഉള്ളതാണ്. ഏതുവരെ നമ്മൾ ദീനിന് വേണ്ടി ഒത്തുകൂടുന്ന മജ്ലിസ് വരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അതിലെന്താ പറയുന്നത്? ആഖിറ അത് വേണം, ഇത് വേണം, ആഖിറത്തിൽ ഇത് നേടണം, ആ കൂലി നേടണ്ടേ, ഈ കൂലി നേടണ്ടേ, അതിന് വേണ്ടി ചെയ്യണ്ടേ, ഇതിനു വേണ്ടി ചെയ്യൂ, സ്വർഗങ്ങൾക്ക് വേണ്ടേ. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഭയങ്കര ആൾക്കാരെ കരയിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ക്ലാസ് എന്ന് കേൾക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്താണ് സംഭവം? നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണണ്ടേ എന്ന് വെച്ചിട്ട് തീവ്രമായ ദാവത്താ. അല്ലോ ഞാൻ ചിന്തിച്ചു, എന്താണിപ്പോ ഇത് മാത്രം കരയിപ്പിക്കാൻ മാത്രം എന്താ ഉള്ളത്? എന്തിനാ ആൾക്കാർ ഈ കരയണത്? എന്നിട്ട് കരഞ്ഞ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടോ? 2 ദിവസം കരയും, അത് കഴിഞ്ഞാൽ ഓരോ വഴിക്ക് പോകും. ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കരച്ചിൽ തോന്നുന്നു, അത്ര തന്നെ. ഈ പറയുന്ന ആൾക്കാർക്കും ഇതെന്താന്ന് ചെയ്യുന്ന ബോധമല്ല, കേൾക്കുന്ന ആൾക്കാർക്കും എന്താ ചെയ്യണത് ബോധമല്ല. ഒരു മരവിച്ച അവസ്ഥ. നമുക്ക് ഈ ലാനത്ത് നമുക്ക് ശരിക്കും അനുഭവപ്പെടും എന്തായാലും ഒന്നും ഉള്ളത്. ഞാൻ പറഞ്ഞത് വിശ്വാസങ്ങൾ സ്വപ്നം കാണാനുള്ള മോശ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞ അതിനു വേണ്ടി ആൾക്കാരെ കൊണ്ടുവരിക അതല്ലല്ലോ. അതൊക്കെ അള്ളാഹു തരുന്ന ചില സമ്മാനങ്ങളല്ലേ. ആഖിറത്തിൽ സ്വർഗം കിട്ടുന്ന മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷെ അള്ളാഹു തരുന്ന സമ്മാനമല്ല. അതിനു വേണ്ടി നമ്മളിങ്ങനെ അത് കിട്ടണ്ടേ, അവിടെ
സ്വർഗത്തിൽ ഇത് വേണ്ടേ, ഇവിടെ ഇത് വേണം, സ്വർഗത്തിലെ ഊറികളെ അന്വേഷിക്കൂ, ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒഴിവാക്കൂ, സ്വർഗത്തിലെ കെട്ടിടങ്ങൾ നോക്കൂ, ഇവിടുത്തെ കെട്ടിടം ഒഴിവാക്കൂ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അതിങ്ങനെ പറഞ്ഞ് അതൊക്കെ നമുക്ക് അള്ളാഹിലേക്ക് തിരിഞ്ഞ, നമുക്ക് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ അള്ളാഹിലേക്ക് തിരിഞ്ഞ ആളുകളെ സമയമെടുത്തോളം ഇതൊക്കെ ഒരു നരകാനുഭൂതി ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. എന്താ പറയുക, ഇവരുടെ ലോകേത നമ്മളെ ലോകേത ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അതാണ് നമ്മൾ ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതൊക്കെ ലാനത്ത് ചെയ്യപ്പെട്ടതാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവാം, ശരിയാണല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തതൊക്കെ ലാനത്ത് ചെയ്യപ്പെട്ടാണല്ലോ വിശ്വാസങ്ങൾ പറഞ്ഞതല്ലോ. ആഖിറത്തിന് വേണ്ടിയുള്ളതും പോലും പറഞ്ഞിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത. ആഖിറം വരെ എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയാ. കാരണം ആഖിറത്തിൽ അള്ളാഹ്ണല്ലോ ഉള്ളത്. അപ്പൊ ആഖിറത്തിനെ പറ്റി പറഞ്ഞ ഹദീസുകളൊക്കെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ അള്ള തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് ദിക്ർ, അള്ളാഹിനെ ഓർമ്മിപ്പിക്കുന്ന മജ്ലിസുകൾ, അള്ളാഹിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്നല്ലാതെ ഈ ദുനിയാവിൽ എന്ത് രസമുള്ളത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ ഈ ദർസ് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നു. ഞാൻ ചിന്തിച്ചു കുറച്ച് ഒരാഴ്ച ഞാനിങ്ങനെ ദർസൊക്കെ നിർത്തി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്തൊരു ശൂന്യതയിലേക്ക് പോയ പോലെ, എനിക്കൊന്നും ഇല്ലാത്ത പോലെ. കാരണം നമുക്ക് മനസ്സിലാവും എത്രത്തോളം നൂറാണ് നമുക്കതുകൊണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ ഞാനെന്തോ ഒന്നും ഇല്ലാതായ പോലെ, എനിക്കത് എൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടോന്ന് പോകുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണ് നമുക്കത് അപ്പോൾ നമുക്ക് മനസ്സിലായി അത്രത്തോളം നൂറാണ് അല്ലാഹു ആ ഒരു കാര്യത്തിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ വിശ്വാസങ്ങൾ പറഞ്ഞു ഇല്ലാദിക്കറുല്ലാഹു ആലിമൻ ഔ മുതഅല്ലിമൻ, പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഒക്കെ അള്ളാഹു വെച്ചിട്ടുള്ള പ്രകാശം എത്രത്തോളമാണ്. അതൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചതാണ്, അതല്ലാത്തൊക്കെ അള്ളാഹു ലഅനത്ത് ചെയ്തതുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അള്ളാഹിന്റെ അനുഗ്രഹം എത്രമാത്രം അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ അള്ളാഹു നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും അള്ളാഹിന്റെ ദിക്ർ ചൊല്ലുന്നതും അള്ളാഹിന്റെ വജഹിന് വേണ്ടി തേടി മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ എത്രമാത്രമായിരുന്നു അള്ളാഹിന്റെ പ്രകാശം. അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അതുകൊണ്ട് ഈ ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് മഹാന്മാരൊരു പ്രയോഗം നടത്തുന്നത് കട്ടിയായ സന്തോഷം. ദുനിയാവിലല്ലാത്ത സന്തോഷങ്ങളിൽ മഹാന്മാർ പ്രയോഗം തന്നെ വളരെ മൃദുലമായ സന്തോഷം. മൃദുമായ സന്തോഷത്തിന് പ്രത്യേകത അറിയോ, നമ്മളത് അതിലായിരിക്കും. അപ്പോൾ അതിലാവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അത് അത്ര സന്തോഷമുള്ള കാര്യമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതേസമയം കട്ടിയായ സന്തോഷത്തിന്റെ പ്രത്യേകത എന്താ? നമ്മളത് ഭയങ്കര ആഗ്രഹിക്കും, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, ആ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ, ഈ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, പിന്നെ എനിക്ക് ആളെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതെങ്കിലും എനിക്ക് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ, വീടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അത് കട്ടിയായ സന്തോഷങ്ങളാണ്. അത് കിട്ടിയ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇത് നമുക്ക് തോന്നില്ല സന്തോഷമായിട്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുമ്പോൾ തോന്നും ഇത് ഭയങ്കര വലിയ കാര്യമാണ് നഷ്ടപ്പെട്ടത്. ഇതും മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതിയും ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തരും. അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ശേഖകൾ പറയാണ് ഫൽ മുസ്തസ്നായാതു മിന ദുനിയ ലിവുജൂദിഹാ ഫീഹാ വഇന്നമാ അഖ്റജഹാ ലിഅന്നഹാ തസ്ഹബു ബഅദൽ മൗതി. കാരണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ദുനിയാവ് ലാനത്ത് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാ എടുത്ത് ഒഴിവാക്കിയത്? യന്നഹാ തസ്ഹബു ബഅദൽ മൗതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരണത്തിന്റെ ശേഷവും നമ്മൾ കൂടെ ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ ഒരു യാത്രയിലാണല്ലോ. ഇപ്പൊ ദുനിയാവ് ലാനത്ത് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞാല് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് നമ്മൾ കൂടെ ഇല്ലാത്തതൊക്കെ നമുക്ക് ലാനത്താ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇല്ലെങ്കിൽ അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സൗഹൃദം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടാവും. അള്ളാഹുവിന് വേണ്ടിയില്ലാത്ത സൗഹൃദം മരിച്ചു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവില്ല. അപ്പൊ അത് ലാനത്ത് ചെയ്യപ്പെട്ടതല്ലേ, ശരിയാണ്. അതുപോലെ അള്ളാഹുവിന്റെ താഴത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി, അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടാവും. കാരണം അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിയല്ല ചെയ്തത്, അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ചെയ്തത്. എങ്കിൽ അതെന്താണ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഭാര്യമാർ നല്ല അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കല്യാണം കഴിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി കുട്ടികളുണ്ടാക്കി, ഇതിനൊക്കെ വിശദീകരിച്ച് ചെയ്ത ആളുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തെങ്കിൽ അവർ നമ്മൾക്ക് പരലോകത്തും ഉണ്ട് നമ്മളെ കൂടെ. അതുകൊണ്ട് നമുക്ക് അതൊന്നും ലേനത്തല്ല, അതൊന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല. അതേസമയം അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ലേനത്താണ്. കാരണം അത് ദുനിയാവ് അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത കാര്യങ്ങളൊക്കെ ദുനിയാവിൽ മരിക്കുന്നതോട് കൂടി നിശ്ചലമാവും, അവിടെ കട്ട് ചെയ്യപ്പെടും. ആഖിറത്തിലേക്ക് പോകുമ്പോൾ അതുണ്ടാവില്ല, അതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആഖിറത്തിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ദുനിയാവിലും നമുക്ക് ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹദീസ് കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതായി മാറ്റപ്പെട്ടു. എന്താണ്? നിസാ, പെണ്ണുങ്ങൾ, തീബ്, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ കൺകുളിർമ അള്ളാഹു വെച്ചത് എവിടെയാണ്?
നിസ്കാരത്തിലാണ്. ഈ 3 കാര്യങ്ങൾ എണ്ണി. ഈ 3 കാര്യത്തെക്കുറിച്ച് മാത്രം വിശദീകരിച്ച് മഹാന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വലിയ സംഭവമാണത്. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളുടെ ഓർഡർ എന്തിനാ ആദ്യം നിസാനെ പറഞ്ഞത്, രണ്ടാമത്തെ തീബ്, എന്തിനാണ് രണ്ടാമത്തത് സുഗന്ധദ്രവ്യത്തെ പറഞ്ഞത്, അതിന് ശേഷം നിസ്കാരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ്, ഈ 3 മാത്രം എണ്ണിയത് എന്തുകൊണ്ടാണ്, നിസ്കാരം എന്താ അവസാനം എണ്ണിയത്? നിസ്കാരമൊക്കെ അല്ല ആദ്യം പറയാൻ നമ്മളിപ്പോ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറയാൻ എന്താ, എനിക്ക് നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറയും, പെണ്ണുങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ ആരെങ്കിലും പറയും. അതൊക്കെ എന്തിനാ ആദ്യം പറഞ്ഞ എന്തിനാ? അപ്പൊ ഇതിനൊക്കെ വലിയ ആത്മീയമായ മാനകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളും പെണ്ണുങ്ങളാന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്നല്ല പെണ്ണുങ്ങളുള്ളത്. പിന്നെ എന്തിനാ പെണ്ണുങ്ങൾ ഇഷ്ടമാന്ന് പറഞ്ഞത്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾ, അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമ്മൾ കല്യാണം കഴിച്ചത്, അവരെ നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ നമ്മൾ കൂടെ ഉണ്ടാവും. ഒരു വ്യാഖ്യാനായിട്ടാണ് പറയുന്നത്. തീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യം. സുഗന്ധദ്രവ്യം നമ്മൾ ഉപയോഗിക്കുന്നതിനാ നമ്മളെ ഭാര്യമാരെ ആകർഷിക്കാൻ, അതുപോലെ മലക്കുകൾക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഇബാദത്തിൽ സന്തോഷം ഉണ്ടാവാൻ, അങ്ങനെ തുടങ്ങി സുഗന്ധദ്രവ്യത്തിന് ഒരുപാട് മാനകളുണ്ട്. അപ്പൊ ആ സുഗന്ധദ്രവ്യം നമ്മൾ ഉപയോഗിക്കുന്നതോടെ ആഖിറത്തിൽ ആ സുഗന്ധം ഉണ്ടാവും. ആഖിറത്തിലും ഈ സുഗന്ധം കണ്ടിന്യൂ ചെയ്യപ്പെടും, നല്ല കാര്യത്തിനാണ് ഉപയോഗിച്ചെങ്കിൽ. ഇപ്പോൾ ജോലിയത്ത് കുറത്ത് ഐനിഫിസല്ല, അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൺകുളിർമ ഉണ്ടാവുക, ഒരു ഭയങ്കര സന്തോഷം റാഹത്തും ഉണ്ടാവുക. അത് ദുനിയാവുടെ ഒരു കാര്യം തന്നെയാണ്. അതും പരലോകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. നമ്മൾ അവിടെ പോയിട്ട് ചിലപ്പോൾ നിസ്കരിക്കുക തന്നെ ചെയ്യാം. ശരിക്കും ആരിഫീങ്ങളെ പരിപാടി എന്തായിരിക്കും? യഥാർത്ഥത്തിൽ പരലോകത്ത് പോയാലും ചെയ്യാൻ പോകുന്നത് ഓരോ തന്നെ ആയിരിക്കും. ഈ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേണം എനിക്ക് അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ, കുറച്ചൊന്ന് ഇങ്ങനെ ആർമാദിക്കാൻ, കുറെ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ബെഡ്മിലൊക്കെ കിടന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാൻ, വെറുതെ ഒരു പണിയും ചെയ്യാതെ. ഇതാണ് നമ്മളെ ഉദ്ദേശമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയില്ല എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഒരു ആരിഫായ മനുഷ്യന് പരലോകത്തെത്തിയാലും ഇതെല്ലാം വേറൊന്നും ആഗ്രഹിക്കൊന്നുമില്ല. ഓനെ ഏറ്റവും വലിയ രസം ഉണ്ടാവുക അവൻ്റെ ഇബാദത്തിലായിരിക്കും, പഠിക്കുന്നതിലായിരിക്കും, പഠിപ്പിക്കുന്നതിലായിരിക്കും, ദിക്റുന്നതിലായിരിക്കും, സലാത്തുന്നതിലായിരിക്കും, നന്മ കൽപ്പിക്കുന്നതിലായിരിക്കും, തിന്മ വിരോധിക്കുന്നതിലായിരിക്കും. എന്തൊക്കെ നല്ല കാര്യങ്ങളായി ചെയ്തു അതിലായിരിക്കും അവന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക. ആ സന്തോഷം തന്നെ പരലോകത്ത് അവൻ ആഗ്രഹിക്കും. മറ്റേതൊന്നും സന്തോഷം അവന് ഫീൽ ചെയ്യില്ല. ഈ ഫീൽ ചെയ്താൽ തന്നെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ സന്തോഷമായിരിക്കുമല്ലോ ഇതിലുണ്ടാവുക. അപ്പൊ അവിടെയും ഒരു തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുക. ഈ ലദ്ദത്തുകൾക്കൊക്കെ, ഈ സന്തോഷങ്ങൾക്കൊക്കെ എന്തുണ്ട്? ആഖിറത്തിൽ ഒരു സമറത്തുണ്ട്, ഒരു ഫലമുണ്ട്. ലൈസത്ത് മിന ദുനിയ മൽഊനത്തിന്, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അതൊന്നും ലാനത്ത് ചെയ്യപ്പെട്ടതല്ല. ഫൈൻ വുജിത്തു ഫി ആലമിഹ, അത് ദുനിയാവിലുള്ളതാണെങ്കിൽ പോലും. ഇതൊക്കെ ദുനിയാവിലുള്ളതാണ്. പെണ്ണ് ദുനിയാവിലുള്ളതാണ്, സുഗന്ധദ്രവ്യം ദുനിയാവിലുള്ളതാണ്, നിസ്കരിക്കുന്ന ദുനിയാവിൽ വെച്ചാണ് എന്ന് കരുതിയിട്ട് അത് മോശപ്പെട്ടതാവില്ല. അത് പരലോകത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നല്ലതാവുന്നത്. ബൽ ഫി ഖബീലിൽ ആഖിറ, അത് പരലോകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അമാ തൻഖതു ലദ്ദതുഹു ബിൽ മൗത്ത്, മരണം കൊണ്ട് എന്താവൂല, അതിന്റെ സന്തോഷം മുറിക്കപ്പെടൂല. ഏതുപോലെ കൽ മാസി, നമ്മൾ തെറ്റുകൾ മുഴുകുന്നത് പോലെ, തെറ്റുകൾ മുഴുകുന്ന കാര്യത്തിന്റെ സന്തോഷം മരണത്തോടു കൂടി മുറിക്കപ്പെടും. അതുകൊണ്ട് അത് അവിടെ ഉണ്ടാവില്ല. മുബാഹാത്തി സായിദത്തി അൻ ഖദ്രിൽ ഹാജത്തി മിനൽ മഅഖലി വൽ മശ്റൂബി വൽ മൻഖഹി. ഏതുപോലെ പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഹലാലായ കാര്യങ്ങൾ, നമ്മൾ ആവശ്യത്തിലധികം ചെയ്യുന്ന ഹലാലായ കാര്യം, നമുക്ക് നമ്മൾ വിശക്കാതെ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കുടിക്കുക, അനാവശ്യമായ ദുനിയാവിന് വേണ്ടി കല്യാണം കഴിക്കുക, നഫ്സിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കുക. ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ എന്താവും? അത് ഹലാലായ കാര്യങ്ങളാണെങ്കിലും അതും മരണത്തോടു കൂടി നിൽക്കും. മരണത്തിന് ശേഷം അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിലും മരണത്തിന് ശേഷം അതൊക്കെ നിലനിൽക്കും. ഫഹുവ മൻഹിയ്യു അൻഹു, ഇതൊക്കെ വിലക്കപ്പെട്ടതും തടയപ്പെട്ടതും എന്തുകൊണ്ടാണ്? അതൊക്കെ മരണത്തോടു കൂടി നിലച്ചു പോകുന്നതായതുകൊണ്ടാണ്. എന്നാൽ മരണത്തിന് ശേഷം നിലനിൽക്കുന്നതൊക്കെ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്, നല്ലതാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നമ്മൾ നമ്മൾ കല്യാണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഭാര്യമാര്, വദാർ, നമ്മൾ വീട്, വസുക്കനാഹ, നമ്മൾ അവിടെ വിശ്രമിക്കുന്ന വീട്, വലവാജിമഹ മിനൽ ഔലാദ്, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, വലവാജിഹ മിൻ അൻവാഇൽ ഇക്റാം,
അതുപോലെ അവരെ ബഹുമാനിക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, ബിന്യാമി മുഅല്ലഖത്ത് ബി അസ്ബാബിൽ ഹലാലിയത്തി, ഹലാലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ, വൈദ്ഹാലി സുറൂർ അല നഫ്സി വാലിഹി, നമ്മൾ സ്വന്തവും നമ്മൾ കുടുംബവും ഒക്കെ സന്തോഷിക്കുന്നത്, ഫമിനൽ മഅമൂർ ബിഹി ലിഅന്ന ദീനി യതവഖഫു കമാലുഹു അല സൗജ്, അതുകൊണ്ട് ഫമിൻ മഅമൂർ ബിഹി, ഇതൊക്കെ തന്നെ അള്ളാഹു കൽപ്പിച്ചതാണ്, അതൊക്കെ നല്ലതുമാണ്. ഇതൊന്നും എന്തെല്ലാം മോശപ്പെട്ട കാര്യമല്ല. നമുക്ക് കല്യാണം കഴിക്കല്, കുട്ടികളുണ്ടാവല്, വീട് വെക്കല്, കുട്ടികൾക്ക് വേണ്ട, ഭാര്യക്കും മക്കൾക്കും വേണ്ട ചെലവിന്റെ കാര്യങ്ങൾക്ക് മുഴുകല്, അതുപോലെ പിന്നെ ഹലാലായ കാര്യങ്ങൾക്ക് പരിശ്രമിക്കല്, അതുപോലെ സ്വയം സന്തോഷിക്കല്, ഭാര്യന്റെ മക്കളും കൂടെ സന്തോഷിക്കല്, ഇതൊന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല. ഇതൊക്കെ അള്ളാഹു കൽപ്പിച്ചതാണ്. അതൊന്നും മോശപ്പെട്ടതല്ല. അതൊക്കെ പരലോകത്തും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കാരണം കാരണം കല്യാണം കഴിക്കുന്നത് ദീന് പരിപൂർണതയായിട്ട് എണ്ണീയിട്ടുണ്ട്. കാരണം വിശ്വാസങ്ങൾ പറഞ്ഞു, ഫമൻ മൻ തസവ്വജ ഫഖദ് ഹാസ സത്റു ദീനിഹി, ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഫഖദ് ഹാസ സത്റു ദീനിഹി, അവൻ ദീനിന്റെ പകുതി കരസ്ഥമാക്കിയിരിക്കുന്നു. ഫല്യത്തഖില്ലാഹു ഫീ സത്റിൽ ആഖിർ, അവൻ എന്ത് ചെയ്യണം? അതിന്റെ മറുഭാഗത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം. ലിഅന്നഹു തംനഉ മിൻ സൗലത്തി ശഹവതി, കാരണം കല്യാണം കഴിക്കുന്നത് നമ്മളെ ദേഹേച്ഛകളുടെ പ്രഹരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. വതകൂനു സബബൻ ഫീ ഇമാറത്തുൽ ആലമീന ബിൽ ഔലാദ്, ഇരു ലോകത്തും പിന്നെ മക്കളെ കൊണ്ട് നിറക്കാൻ അത് കാരണമാവും. നമ്മൾ കല്യാണം കഴിക്കുന്നത്, നമ്മൾ കല്യാണം കഴിക്കുന്നതാണല്ലോ മക്കള് ഉണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ ഈ ദുനിയാവ് നിലനിൽക്കുന്നത്. ഇപ്പൊ ദുനിയാവ് ആഹുറൊക്കെ നിലനിൽക്കുന്ന ഇവിടെ കുറെ ആൾക്കാരുണ്ടാവുണ്ടല്ലേ, ആൾക്കാരുണ്ടാവണം, കല്യാണം കഴിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, അത് ദീനം നിലനിർത്തുന്നതാണ്. ഇന്നമിൻ സുന്നത്തി നിക്കാഹ്, ഇവിടെ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, തക്കാന്ന് ഇത്. അപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് നിക്കാഹ് ചെയ്യാന്നുള്ളത്. യാ മാഷറ ഷബാബ്, മറ്റൊരു ഹദീസ്, യാ മാഷറ ഷബാബ്, അല്ലയോ പിന്നെ യുവാക്കളെ, മനിസ്തതാമിൻകും, നിങ്ങൾ കഴിവുള്ളവർ, അതായത് നിങ്ങൾക്ക് ചെലവിനൊക്കെ കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഫല്യതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കണം. അമൻ ലം യസ്തത, അതിന് കഴിവില്ലെങ്കിൽ ഫഅലൈഹി ബിസിയാം, അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഫഇന്ന ഫീഹി വിജാഅൻ, കാരണം അത് പാപങ്ങളിൽ നിന്നുള്ള പരിചയമാണ്. ലൈസ, ഒരു കവിത ഉദ്ധരിക്കുകയാണ് ഷെയ്ഖുകൾ, ലൈസ മിൻ ജഹാദത്തിൻ തഅജ്ജുബ്, പിന്നെ ജുഹുദിൽപ്പെട്ടതല്ല, കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുക എന്നുള്ളത് ജുഹുദ് അതൊന്ന്, ഞാനിപ്പോൾ ജാഹിദാണ്, ദുനിയാവിനൊക്കെ ഒഴിവാക്കിയ ആളാണ്, അങ്ങനെ ബ്രഹ്മചര്യായി നടക്കല്, അതൊന്നും ഇസ്ലാമുള്ളതല്ല. കല്യാണം കഴിക്കാതിരിക്കൽ ജുഹുദിൽപ്പെട്ടതൊന്നല്ല. വതറഖു മുഹ്താജുൻ ലഹു തറഹുബുൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒഴിവാക്കുക എന്ന് പറയുന്നത് തറഹുബാണ്, അതായത് സന്യാസാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം തന്നെയാണല്ലോ, അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് സന്യാസം പോലെയാണ്. ലാ റഹ്ബാനിയത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമില് ഈ റഹ്ബാനിയത്തില്ല, സന്യാസമില്ല. റഹ്ബാനിയത്തു മിൻ ഫിഅലി സാഹിബി സയ്യിദിന ഈസാ അലൈഹിസ്സലാം, സാധാരണ ഈ റഹ്ബാനിയത്ത്, അതായത് സന്യാസം പോലത്തെ പ്രവർത്തനങ്ങൾ സയ്യിദിന ഈസാ അലൈഹിസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്തിദാഹുഹ, അവരെ പിന്തുടർന്നവർ ചെയ്തതാണ്. മിൻ ഇന്ത്യ അംഫുസിഹിം, അവരുടെ സ്വയം താല്പര്യപ്രകാരം. സയ്യിദ്ന ഈസാ അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സയ്യിദ്ന ഈസാ അലൈഹിസ്സലാം തങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ഒരു പകുതി മലക്കിന്റെ വിശേഷണം അവർക്കുണ്ടായിരുന്നു. കാരണം അവരൊരു വാപ്പയിൽ നിന്ന് വന്നതല്ലല്ലോ, ഒരു കുമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മലക്കിന്റെ വിശേഷണം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ എങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു, അവർ പള്ളി അച്ഛന്മാരൊക്കെ വിചാരിച്ചു, നമുക്ക് കല്യാണം കഴിക്കേണ്ട, അതോ നല്ല കാര്യമെന്ന്. അവർ സ്വയം അതൊരു ബിദഅത്ത് ഉണ്ടാക്കിയതാണ്. ബിലാ ഇദ്നിൻ മിനല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് നിന്ന് സമ്മതം കിട്ടാതെ. ഫദയ്യഖൂ ബിഹാ അലാ അൻഫുസിഹിം, അവരെന്ത് ചെയ്തു, അവരുടെ മുകളിൽ കാര്യങ്ങൾ ഇടുങ്ങിയതാക്കി മാറ്റി. ഫആഖബഹുല്ലാഹു ബിതദ്യീഹിഹാ, അള്ളാഹു എന്ത് ചെയ്യും, കാര്യങ്ങൾ അനാവശ്യമായി ഇടുക്കുണ്ടാക്കുന്ന ആൾക്കാർ അള്ളാഹു ശിക്ഷിക്കും. ഫകുല്ലമൻ വയ്യഖ അലാ നഫ്സിഹി ബിമാ ലൈസ ബിസുന്നത്തിൻ,
സുന്നത്തിന്റെ രൂപമല്ലാതെ വെറുതെ ഇങ്ങനെ ഇടുക്കുണ്ടാക്കുക അങ്ങനെയുണ്ടല്ലോ, എല്ലാത്തിലും ഒരു ഇടുക്കവും ഞെരുക്കവും ഉണ്ടാക്കലാണ് നമ്മളെ ഒരു ഇതൊക്കെ അനുഭവിച്ചതാണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനെ എടുക്കണം, ഒന്നൊരു എല്ലാം ഇങ്ങനെ പ്രയാസമായിട്ട് തോന്നണം. അങ്ങനെയാണ്, അതാണ് സുന്നത്ത് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, സുന്നത്തിൽ കുറേയൊക്കെ വിശാലാണ്, പിന്നെ ഇങ്ങനെ ഇടുക്കിയ അവസ്ഥ ഒന്നല്ല. അപ്പോൾ സുന്നത്താണെന്ന് കരുതി നമ്മൾ കാര്യങ്ങളൊക്കെ ഇടുക്കിയാൽ, പിന്നെ സുന്നത്തിനെ പിന്തുടരാതെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇടുക്കിയാൽ യുവാക്കബ് ബിൽ ഹിർമാൻ, അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ശിക്ഷിക്കും. പിന്നെ ഈ ദുനിയാവ് ആഖിറത്തിലൊക്കെ ഉള്ള സന്തോഷങ്ങളൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കും. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പരിപാലിക്കേണ്ട രൂപത്തിൽ കാര്യങ്ങളൊന്നും പരിപാലിച്ചില്ല. തരീഖത്ത് സാനിയായി, രണ്ടാമത്തെ തരീഖത്തുകാരുണ്ടല്ലോ, അതായത് റിയാദകളുടെയും മുജാഹദകളുടെയും ഒക്കെ തരീഖത്ത്. ഞാനതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നാമത്തെ തരീഖത്ത്, രണ്ടാമത്തെ തരീഖത്ത് എന്നാൽ ഒന്നാമത്തെ തരീഖത്ത് സഹാബാക്കളെയും യഥാർത്ഥ തിജാനികളുടെയും തരീഖത്താണ്. രണ്ടാമത്തെ തരീഖത്ത് തന്നെ ഇടക്കാലത്ത് വന്ന തരീഖത്താണ്, റിയാദകളുടെയും മുജാഹദകളുടെയും ഒക്കെ തരീഖത്ത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള വന്ന തരീഖത്ത് ലം യസുന്നുഹ സാഹിബു ശരീഅത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനെ പൂർണ്ണമായി പിന്തുടർന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ സൂഫിയാക്കന്മാർ കുറെ കല്യാണം കഴിക്കാത്തവരായിട്ടും ഒരു കല്യാണം കഴിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാത്തവരായിട്ടും നമ്മൾ കാണുന്നത്. മുപ്പരെ വലിയ ഔലിയാണ്, എന്തുകൊണ്ടാ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ആ കാലത്തുള്ള ആൾക്കാരെ ചെയ്തതുകൊണ്ടാണ്. അത് ശരിക്കും വലിയ മഹത്തുള്ള കാര്യമൊന്നുമല്ല, കുറവാണ് അവരെ. വഖാഹ് അതുകൊണ്ട് ചില മഹത്തുക്കൾ പറഞ്ഞു കാണാം, ചില ഔലിയാക്കന്മാരുടെ ദർജ പറയുന്നിടത്ത് ഇന്ന ഔലിയ വലിയല്ല, മറ്റേ ആളാണ് ഇദ്ദേഹത്തെക്കാൾ വലിയ വലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, മറ്റേ ആൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്, അവരുടെ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മക്കാമും അവരുടെ ഒരു പരിപൂർണതന്റെ ലക്ഷണമാണ്. മറ്റേ അതില്ലെങ്കിൽ അവരുടെ പരിപൂർണതക്ക് എന്തോ കുറവുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ സാരം. അങ്ങനെ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും രാജാക്കന്മാരൊക്കെ എഴുതേണ്ട പോലെ എഴുതുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അവരുടെ നേതാക്കന്മാരായ വിദേഹത്തുകാർ, അവരിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയ ആൾക്കാരെന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ ഇതിന്റെ ശരീഅത്തിന്റെ സുന്നത്തുകളൊക്കെ അവർ പൊളിച്ചു. ഇതൊക്കെ നല്ല കാര്യങ്ങളായി അവർ പറഞ്ഞു. പക്ഷെ അവർക്കെതിരെ ഉലമാക്കളും പണ്ഡിതന്മാരൊക്കെ അവരുടെ പേനകൾ ഉന്തിയിട്ടും അവർ വാളുകൾ ചലിപ്പിച്ചിട്ടും അവർക്കെതിരെ നീങ്ങിയതുകൊണ്ട് എന്തായി? ഫലം യബഖ ഇല്ലാ സുന്നത്തുൽ ഖദീം, ആദ്യേ ഉള്ള സുന്നത്ത് ബാക്കിയായി. അല്ലത്തി സുന്നത്തുഹാ യദുൽ ഖദീബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് യഥാർത്ഥത്തിൽ ആ സുന്നത്ത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന്റെ ഇടയിൽ വന്നൊക്കെ ബിദഅത്താണ്. അത് ചിലപ്പോൾ അവർക്ക് അതിന് മുകളിൽ നല്ല ഉദ്ദേശം ഉണ്ടായത് കൊണ്ട് അത് അനുവദനീയമാവും, കുഴപ്പമില്ല. പക്ഷേ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നല്ല കാര്യമൊന്നല്ല. നല്ല കാര്യം വിശ്വാസങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അത് ബയ്യന ഹഖീഖത്തു ദുനിയ, കാരണം ദുനിയാവിന്റെ ഹഖീഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യലമു അന്നമൽ ഹയാത്തു ദുനിയ, നിങ്ങൾ അറിയണം ദുനിയാവിലെ ഹയാത്ത്, ജീവിതം എന്ന് പറയുന്നത് ലൈബുൻ വലഹുവൻ വസീനത്തും വതഫാഖറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവിന്റെ ജീവിതം തന്നെ കളിതിരി തമാശകളും അതിലെ സൗന്ദര്യവൽക്കരിക്കലും തഫാഖറും ബൈനക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, അതാണ് ദുനിയാവ്. കുറെ കളിയും തമാശയും പിന്നെ സൗന്ദര്യവൽക്കരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മേന്മത്തരം പറയലും സമ്പത്തും മക്കളെയും കൊണ്ടൊക്കെ പെരുപ്പം പറയലും ഒക്കെയാണ്. ഇതാണ് ദുനിയാവിന്റെ ജീവിതത്തിന്റെ രീതി. അതുപോലെ തന്നെ തിന്മകളുടെ ഒക്കെ അസലിനെയും അവൻ എണ്ണി പറഞ്ഞു. എന്താണത്? ദുയ്യൻ നിന്നാസ്, തിന്മകളൊക്കെ വരാൻ കാരണം എന്താണ്? ഈ ആയത്ത് പറഞ്ഞത് ദുയ്യൻ നിന്നാസ്, മനുഷ്യന്മാർക്ക് അള്ളാഹു ജീനത്താക്കി വെച്ചു. ഹുബ്ബു ഷഹവാത്ത്, പിന്നെ ഷഹവാത്ത് മിന നിസാ, പെണ്ണുങ്ങളോടുള്ള അവരുടെ ഷഹവാത്ത്, അവരുടെ ദേഹച്ച. വൽ ബനീന വൽ കനാത്തിറ, മക്കളോട്. അതുപോലെ കനാത്തിര മുഖന്തറത്ത് മിന ദഹബി വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമത്തി, അതുപോലെ തന്നെ പിന്നെ സ്വർണവും വെള്ളിയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്നിടത്ത്, അതുപോലെ പേര് കേട്ട വാഹനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത്, പിന്നെ കുതിരകൾ, മറ്റൊരുത്തത്തിൽ വാഹനങ്ങൾ, പല അനാം, അതുപോലെ ആടുമാടുകൾ, വല ഹറസ്, അതുപോലെ കൃഷിയിടങ്ങൾ, ഇതിലൊക്കെയുള്ള സന്തോഷം കണ്ടെത്തൽ. ദാലിക മതാഉൽ ഹയാത്തു ദുനിയ, ഇതാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഓഹരി തന്നെ ഇതേ ഉണ്ടാവും. കുറെ പെണ്ണുങ്ങളോടുള്ള താല്പര്യം, കുറെ മക്കളോടുള്ള താല്പര്യം, കുറെ പൈസ ഒരുമിച്ച് കൂട്ടല്,
കുറേ നല്ല വാഹനങ്ങൾ ഉണ്ടാവല്, അതുപോലെ തന്നെ കുറേ പിന്നെ ആടുമാടെന്ന് ഉദ്ദേശിക്കുന്നത് കുറേ അതുമായി ബന്ധപ്പെട്ട കുറേ എനിക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയല്, പിന്നെ കുറേ സ്വത്ത് പറയല്, ഇതൊക്കെ തന്നെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. വലൈസത് ഹാദിഹി സബോ മദ്മൂമത്തുൻ ലിനഫ്സിഹാ. എന്നാൽ ഇതൊക്കെ ഓരോന്നും മോശപ്പെട്ടതല്ല. ഇപ്പൊ പെണ്ണുങ്ങളോട് സ്നേഹം ഉണ്ടാവല്, മക്കളോട് സ്നേഹം ഉണ്ടാവല്, പൈസ ഒരുമിച്ച് കൂട്ടല്, നമുക്ക് നല്ല വാഹനം ഉണ്ടാവല്, ഇതൊന്നും സ്വന്തമായി മോശമുള്ള കാര്യമൊന്നുമല്ല. അൽ മദ്മൂമ കൽബ സാഹിബിഹ, ഇതുള്ള ആളുടെ കൽബാണ് മോശം. അത് ഇത് കൽബിനുണ്ടായാലാണ് മോശം, അല്ലാതെ ഇത് സ്വന്തമായി മോശമുള്ള കാര്യമല്ല. ഈ കാരണം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുൽ മുഴുകുന്നതിൽ നിന്ന് ഹൃദയം തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ കാരണങ്ങൾ കൊണ്ട് അള്ളാഹുൽ മുഴുകുന്നതിൽ നിന്ന് ഹൃദയം തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മളെ ഇണകളെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹിനെ മറന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇബാദത്തും ഹിദ്മത്തും അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ ഉപയോഗിക്കുന്ന അവസ്ഥയും അള്ളാഹിന്റെ ദിക്റും ഇതൊക്കെ മറന്നു പോയിട്ടാണ് നമ്മൾ ഇണകളുമായിട്ട് ഇടപഴകുന്നെങ്കിൽ ആ ഇണകളെ ഇടപഴകുന്നതാണ് പ്രശ്നം. നമ്മളെ മക്കളുമായിട്ട് ഇടപഴകുന്നത്, സ്വത്തുക്കളുമായിട്ട് ഇടപഴകുന്നത്, ഇതൊക്കെ അള്ളാഹുവിനെ മറക്കുന്നിടത്താണെങ്കിലും മാത്രമാണ് പ്രശ്നം. അല്ലെങ്കിലോ അപ്പോൾ ആ പ്രശ്നം എവിടെയാണ്? നമ്മൾ ഹൃദയത്തിലാണ്, അല്ലാതെ ആ കാര്യത്തിൽ പ്രശ്നമല്ല. അങ്ങനെ ഈ ഒരു അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പിന്നെ തെറ്റിച്ച് കളയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ടതായിട്ടുള്ളത്. വൈലം യതസബ്ബബു ഫിൽ ശുഗ്ലി ഫലിയസ്ഖതു അല്ലാഹു അൻ കുല്ലി മഅബൂദിൻ ദൂന കശംസി വൽ ഖമർ. അതുകൊണ്ട് തന്നെ അള്ളാഹു കോപിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഏതിന് വിഷയത്തിലും അള്ളാഹു കോപിക്കും. അതായത് ഏതുപോലെ കശംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും പോലെ. ഇപ്പോൾ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നത് അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കാൻ കാരണവും. ആൾക്കാർ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, അപ്പൊ അള്ളാഹു അവരെ കോപിക്കാൻ കാരണമാവും. വൈലം യക്കുൻ തസബ്ബബു, പക്ഷെ ആ സൂര്യനും ചന്ദ്രനും അതിന്റെ കാരണമല്ല. ഇപ്പൊ സൂര്യനോടും ചന്ദ്രനോടും അള്ളാഹു എന്താ ഉദ്ദേശം ഉണ്ടായിട്ടാണോ? ഒരിക്കലും അല്ല. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ആളുകളുടെ ഹൃദയമാണ് പ്രശ്നം, സൂര്യനും ചന്ദ്രനെ അല്ല. അപ്പൊ കഥാലിക്കല ദുനിയ, അതുപോലെ തന്നെയാ ദുനിയാവും. ഇപ്പൊ ദുനിയാവിലെ പെണ്ണുങ്ങള്, മക്കള്, വീട്, സ്വത്ത്, ഇതൊക്കെ തന്നെ അത് സ്വന്തമായി മോശപ്പെട്ട കാര്യങ്ങളൊന്നല്ല. പക്ഷെ ആ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹിന്റെ ഹദറത്ത് നമ്മൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, ഇബാദത്തു നിന്നോ ഖിദ്മത്തു നിന്നൊക്കെ നമ്മൾ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ശപിക്കപ്പെട്ടത്, അതാണ് ഒഴിവാക്കേണ്ടത്. നമ്മൾ ഈ കാര്യം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നോ ഇബാദത്തിൽ നിന്നും ഖിദ്മത്തിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ട് നയിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥത്തിൽ മലൂനായിട്ടുള്ള ശപിക്കപ്പെട്ടതായിട്ടുള്ളത്, അല്ലാതെ ആ വസ്തുക്കളല്ല. അതിന് ഉദാഹരണമാണ് സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് ശൈഖ് അവറുകൾ പറഞ്ഞത്. വൈദാ കാനത്ത് മലഊനത്ത് ഫി ഹദറത്തിൽ ഖുദ്സ് ബി സബബിൽ ഖൽബ്, അത് മലഊനത്താവുന്നത്, ശപിക്കപ്പെട്ടതാവുന്നത് അള്ളാഹുവിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ നിന്ന് ഹൃദയത്തിന്റെ മോശത്തരങ്ങൾ കൊണ്ട് അത് തടയപ്പെടുന്നത് കൊണ്ടാണ്. ഉമാ ബാലുൽ ഖൽബിൽ ആഖിൽ അൽ മുഖല്ലഫ് അഹലക നഫ്സഹു വഅഹലക നിഅമല്ലാഹു അല്ലതി ഹിയ ദുനിയ. ഒരു മുഖല്ലഫായ നല്ല ബോധമുള്ള ഒരു ഹൃദയമുള്ള ആളാണെങ്കിൽ അവൻ ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അനുഗ്രഹമാവുന്ന ദുനിയാവിനെ കൊണ്ട് സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നില്ലല്ലോ. ദുനിയാവ് അള്ളാഹിന്റെ അനുഗ്രഹമല്ലേ, ഇത് വെച്ചിട്ട് ആരെങ്കിലും സ്വയം നശിക്കുമോ? നല്ല ബോധമുള്ള ഹൃദയമുള്ള ആളാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും വെച്ച് നശിക്കൂല, ഇതൊക്കെ വെച്ച് നന്നാവുക ചെയ്യുക. കാരണം ഇതൊക്കെ അള്ളാഹിന്റെ അനുഗ്രഹങ്ങളാണ്, ദുനിയാവ് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളാണ്. മാ ഹലഖല്ലാഹു ഇല്ലാ ലിയസ്തഈന ബിഹൽ ഖൽബു അള്ളാഹു ഈ ദുനിയാവിലൊന്നും പഠിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ഇത് വെച്ചിട്ട് ഈ ദുനിയാവ് വെച്ച് സഹായം തേടാനായിട്ടല്ലാതെ. ഇപ്പൊ ദുനിയാവ് അള്ളാഹു തന്നെന്തിനാ? അതിലൂടെ അള്ളാഹുലേക്ക് സഹായം തേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് വെച്ചിട്ട് ഇബാദത്തിന്റെ ഫലം കൊയ്യാനായിട്ടല്ലാതെ അള്ളാഹു ദുനിയാവിനെ പഠിച്ചിട്ടില്ല. ഇപ്പൊ ദുനിയാവ് അള്ളാഹു വെച്ചിട്ടുള്ള എന്തിനാ? അത് വെച്ച് ഇബാദത്ത് ചെയ്യാൻ, അതിലൂടെ സഹായം തേടി ഇബാദത്ത് ചെയ്യാൻ. അങ്ങനെ ഹൃദയത്തിൽ അള്ളാഹു ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ
എന്ത് വേണം? നമ്മൾ ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ആരോഗ്യം വേണം, അവന് ഭക്ഷണം കഴിക്കണം, കടന്നുറങ്ങണം, പാർപ്പിടം വേണം, ഭാര്യമാർ വേണം, മക്കൾ വേണം, ഒക്കെ ഉണ്ടാവണം. അപ്പൊ ഈ ദുനിയാവൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ദുനിയാവ് എങ്ങനെ മോശപ്പെട്ടതാവുന്നത്? ഈ ദുനിയാവ് നമ്മൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ബോധമുള്ള ഹൃദയമുള്ള ആൾക്ക് എങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നതെന്നാണ് ശൈഖ് അവർ ചോദിക്കുന്നത്. കാരണം എല്ലാ അനുഗ്രഹങ്ങളും അതൊക്കെ മടങ്ങുന്ന അള്ളാഹിനെ ആരാധിക്കുന്നതിലേക്കാണ്. ഇതൊക്കെ അള്ളാഹിന്റെ അനുസരണക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അള്ളാഹിനെ അനുസരിക്കാനാണോ? ഇതൊക്കെ നല്ല കാര്യമാണ്. ഉറങ്ങണ നല്ല കാര്യമാണ്. നമുക്ക് ഉറക്കം തന്നെ നന്നായിട്ട് ഉറങ്ങും. നമ്മൾ ചിലക്ക് പറയും എനിക്ക് ഭയങ്കര ഉറക്കാണ്. അങ്ങനെ ആരാ നമ്മളോട് ഉറക്കം ഉപേക്ഷിക്കാനൊക്കെ പറഞ്ഞത്? ഓരോ ആളുകളും എന്ത് ചെയ്യണമെന്നറിയോ? ഉറക്കിനെയും ഭക്ഷണത്തിനൊക്കെ ഓരോ ആളുകൾക്കും ശരീരത്തിനൊരു മെക്കാനിസം ഉണ്ട്. നമ്മൾ ശരീരത്തിന് ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ, അപ്പൊ എനിക്ക് കുറച്ചു കാലം മുമ്പ് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയി ഉറങ്ങിപ്പോവുക, 10 മണിക്കൂർ എല്ലാ ദിവസവും 10-11 മണിക്കൂറൊക്കെ ഉറങ്ങിപ്പോ. അപ്പൊ എനിക്ക് തോന്നി എന്തോ കാര്യമായി എൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ നോക്കിയപ്പോൾ എനിക്ക് ബില്ലിറുബിൻ്റെ അളവൊക്കെ കൂടുതലാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചികിത്സ തേടി. ഈ ചികിത്സ ഒന്നും ഇല്ലാത്ത നോർമൽ അവസ്ഥയിലാണ് നമുക്കൊരു ദിവസം കുറച്ച് ഉറക്കം കൂടി, ഒരു 8 മണിക്കൂർ ദിവസം ഉറങ്ങിപ്പോയി. പ്രശ്നമാക്കേണ്ട, അത് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. നമുക്ക് ശരീരത്തിന് ക്ഷീണമുള്ളതുകൊണ്ടാണ്. എന്തിനും ഉറങ്ങിക്കോളൂ. എന്തപ്പോ അത് ഭയങ്കര ഭീകരവൽക്കരിക്കാൻ എന്താ ഉള്ളത്? ഒരു ദിവസം നമുക്ക് 6 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല, അന്ന് ഇത്ര കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. എന്ത് ചിന്തിക്കേണ്ട ആവശ്യം? ശരീരത്തിന് അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഉറങ്ങിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ഞാൻ അള്ളാനെ മറന്നു പോകും, ഭക്ഷണം കഴിക്കണില്ല. എന്തിനു ചിന്തിക്കേണ്ട ആവശ്യം? നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. വിശക്കാതെ കഴിക്കുക, അത് സുന്നത്തല്ല. വിശന്നാ ഭക്ഷണം കഴിക്കണം. ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കണം. അത് ആവശ്യത്തിന് കഴിക്കണം. പിന്നെ നമുക്ക് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ഇബാദത്തൊക്കെ നിന്ന് പോകുന്ന ഇബാദത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. നമുക്ക് ഒരുപാടും ചെയ്യാനില്ലല്ലോ. ഇത്ര ചെയ്യാനുണ്ട്. മൊത്തം ഒരു എല്ലാം കൂടി ചെയ്യാനുള്ളതും കൂടി എഴുതി കഴിഞ്ഞാൽ എത്ര മണിക്കൂറുണ്ടാവും? ആ മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ സമയമില്ലേ? നമ്മളിതൊന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം? അതൊക്കെ ചെയ്യുന്നത് അള്ളാഹിന്റെ താഴത്തിന് വേണ്ടിയാവണം, അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിയാവണം. ഉറങ്ങുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാവണം, ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാവണം, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാവണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒന്നും നല്ല കാര്യമല്ല. എത്ര കുറച്ച് ചെയ്താലും എത്ര കൂടുതൽ ചെയ്താലും ഇല്ല. ഫതൽ അനുഹു, ഇതിനൊന്നും വേണ്ടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതൊക്കെ എന്താവും? ലാനത്തായി, അത് അള്ളാഹു ശപിച്ച ദുനിയാവായി മാറും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നാനി, രണ്ടാളുകളോടല്ലാതെ അസൂയ അനുവദനീയല്ല. അസൂയ എന്ന് പറഞ്ഞാൽ അസൂയ ഒരു ഘട്ടത്തിൽ അനുവദനീയല്ല. പക്ഷെ അസൂയ എന്ന് പറഞ്ഞ ഒരു ആരോഗ്യകരമായ അസൂയ ഉണ്ടാവും. എനിക്ക് അവരെ പോലെ അള്ളാഹു തന്നില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അത് രണ്ടാൾക്കാരോടല്ലാതെ നമുക്ക് പറ്റൂല. എന്താണ്? റജുലുൻ അതാഹുല്ലാഹു മാലൻ, അള്ളാഹു ആളുകൾക്ക് സമ്പത്ത് കൊടുത്തു. അപ്പോൾ വിചാരിക്കും സമ്പത്ത് കൊടുത്തവർക്ക് അസൂയ വെക്കുക. അങ്ങനെയല്ല. മാലൻ ഫസല്ലത്തുഹു അലാ ഹലക്കത്തിഹി, അങ്ങനെ അവർ നല്ല കാര്യത്തിന് വേണ്ടി അതൊക്കെ ഫുള്ള് ചെലവാക്കി. വിശ്വാസങ്ങൾ വലിയ സമ്പന്നനായി നമ്മൾ വിചാരിക്കരുത്. വിശ്വാസങ്ങൾ പാവപ്പെട്ട ആളാണ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. വിശ്വാസങ്ങൾ കോടീശ്വരനായിരുന്നു. പക്ഷെ എന്താ ചെയ്തത്? ഈ അവസ്ഥയായിരുന്നു. വിശ്വാസങ്ങളുടെ അടുത്ത് കിട്ടുന്ന പൈസ ഒക്കെ വിശ്വാസങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യും. ഒന്ന് രാവിലെ കിട്ടിയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ദാനം ചെയ്യും. നമ്മൾ ശരിക്കും വിശ്വാസങ്ങളെ ഇൻകം നോക്കിയ കോടീശ്വരനാണ് വിശ്വാസങ്ങൾ, ഒരു സംശയമില്ല. പക്ഷേ വിശ്വാസങ്ങൾ അങ്ങനെ ചെലവാക്കിയത് കൊണ്ട് വിശ്വാസങ്ങൾ സിമ്പിളായി ജീവിതം നയിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകി, എന്നിട്ട് ആ സമ്പത്തൊക്കെ അവനെ നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്താണ്. അവർക്ക് അസൂയ വെക്കാം. സമ്പത്ത് നൽകിയ ആളെ വെച്ചിട്ടല്ല അസൂയ വെക്കേണ്ടത്, നൽകിയത് അദ്ദേഹം നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. ഫീ റിവായത്തുൽ ഉഖറ, മറ്റു ഹദീസ് കാണാം, ഫഹുവ യുൻഫിഖു മിൻഹു ആനാ അല്ലൈലി വ ആനാ നഹാർ, അവനെന്ത് ഈ രാവും പകലും അതിന് ചെലവഴിക്കുന്നുണ്ട്. മറ്റൊരു റിവായത്ത് കാണാം. അങ്ങനെ ഈ ഒരാളോട് നമുക്ക് അസൂയ വെക്കാൻ അനുവദനീയാണ്. റജുലുൻ, മറ്റൊരാളെ ആരാണ്? അതാഹുല്ലാഹുൽ ഖുർആൻ, അള്ളാഹു അവന് ഖുർആൻ നൽകി. ഫഹും യഖൂമു ബിഹി ആനാ അല്ലൈലി വ ആനാ നഹാർ, അവന് അതിൽ രാവും പകലും അതിൽ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹം നൽകിയാണ്. നമ്മൾ രാവും പകലും ഖത്മുൽ ഖുർആനൊക്കെ നടക്കുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 1/2 ദിവസമെങ്കിലൊക്കെ എടുത്തിട്ട് നമ്മൾ പങ്കാളിയാവാൻ പറ്റുമെങ്കിൽ, വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ, ഈ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് ആവാൻ പറ്റും. കാരണം രാവിലെയും പകലും രാത്രിയും പകലും നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ ഒരാളുണ്ട്, അവർ രാവും പകലും ഖുർആനാണ് എൻ്റെ പരിപാടി. ഖുർആൻ ഓതലും ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ഖുർആൻ ഓതലും, ഇതാണ് എൻ്റെ പണി. അങ്ങനെയാണ് അവനെ നമുക്ക് അസൂയപ്പെടാം. എന്തൊരു അനുഗ്രഹം അള്ളാഹു അവന് കൊടുത്തെന്നുള്ള അർത്ഥത്തിൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദുൽ അനിയുൽ ഹഫീ, അള്ളാഹു ഒരു അടിമനെ
ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം സമ്പന്നനാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറഞ്ഞിട്ട് അവന് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ആരും അറിയാതെ ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അള്ളാഹു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുല്ലമൻ വുജിദ ഫീ മിൻ ദമ്മിഹ റാജിഉൻ ഇല ദുനിയ അൽ മദ്മൂമതു ഫതഖദ്ദം അന്ന മദ്മൂമ ഹുവൽ ഖൽബു ഇൻ ഇസ്അല ഇസ്തഅല ബിഹാ അനില്ലാ. ഇപ്പോൾ ഇതിലൊക്കെ ഈ ദുനിയാവ് മോശപ്പെട്ട, മലോനായ, മോശപ്പെട്ട, ശപിക്കപ്പെട്ട ദുനിയാവ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ ദുനിയാവൊക്കെ എന്താണ്? അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന ഹൃദയത്തിന്റെ ദുനിയാവാണ്. അല്ലാതെ ആ ദുനിയാവ് സ്വന്തമല്ല. നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതാണെങ്കിൽ ആ ഹൃദയമുള്ള ആള് ബന്ധപ്പെടുന്ന ദുനിയാവാണ് മോശപ്പെട്ട ദുനിയാവ് എന്ന് പറയുന്നത്. അമ്മൽ കൽബുൽ അനിയുബില്ല എന്ന വേറൊരു കൽബുണ്ട്. ആ കൽബിന്റെ പ്രത്യേകത എന്താണ്? അവൻ അള്ളാഹുവിനെ തൊട്ട് സമ്പന്നമായ ഹൃദയമുള്ള കൽബാണ്. ഫലോ തനാവല ജമീഅൻ നഈമുൽ ജന്ന. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് വളരെ രസത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഫലോ തനാവല ജമീഅൻ നഈമുൽ ജന്ന. ആ മനുഷ്യന് അള്ളാഹു സ്വർഗത്തിൽ അനുഗ്രഹം മുഴുവൻ നൽകിയാലും ദുനിയാവ് തന്നെ, ദുനിയാവ് തന്നെ, മാ ദർറഹു ദാലിക്, അവന് അതുകൊണ്ട് ഒരു കുഴപ്പവും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കെങ്ങാനും സമ്പത്ത് കുറച്ചൊന്ന് കൂടുതൽ തന്നാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകൾക്കും, നമ്മളൊക്കെ ജ്ഞാനികളാണ്, പല ആളുകൾക്കും അള്ളാഹു കടം നൽകുന്നതും സമ്പത്ത് കുറവ് നൽകുന്നതൊക്കെ എന്തിനായിരിക്കും? നമ്മളെങ്ങനെ സമ്പത്ത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ നമ്മൾ അള്ളാഹ് മറന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. നമുക്ക് എത്രയോ അങ്ങനെ അനുഭവങ്ങൾ. എനിക്ക് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ പല ആൾക്കാർക്ക് ഒരിക്കത്തിലില്ല, ആക്റ്റീവ് അല്ലാത്തവരൊക്കെ ഉണ്ടാവും. പല ആൾക്കാരും പരിശോധിച്ചപ്പോൾ ഒരു പല കടാണ്, വിഷമാണ്, എങ്ങനെയെങ്കിലും ദ്വാ ചെയ്യണം, അങ്ങനെ പിന്നെ അതന്നെ പറയാണ്ടാവുള്ളൂ. ഇപ്പോ എങ്ങനെയെങ്കിലും അള്ളാഹു കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് കടക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ജമാഅത്തിലും ഉണ്ടാവില്ല, ദിക്റെല്ലാനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരാ വൈക്ക് പോയിട്ടുണ്ട്. ജോലി എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, ജോലി കിട്ടിയാൽ എല്ലാം ഒക്കെ ആയിരിക്കും, ഞാൻ അത് മാത്രം വേണ്ടിയുള്ളൂ എന്ന് പറയും. പിന്നെ ജോലി കിട്ടിയാൽ പിന്നെ ഒരാ വൈക്ക് കാണൂല. എനിക്ക് മക്കളുണ്ടായിരിക്കും, അത് മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മക്കളുണ്ടായ പിന്നെ ഒരു വൈക്ക് ഉണ്ടാവില്ല. അങ്ങനെ എന്തുകൊണ്ട് അള്ളാഹു നമുക്ക് തരാത്തത് നല്ലതാണ്. കാരണം തന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ മറന്നു പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവും പലപ്പോഴും. എന്നാൽ ചില കൽബുകളുണ്ട്, ആ കൽബുകളുടെ പ്രത്യേകത അവർക്ക് എത്ര അള്ളാഹു കൊടുത്താലും, എത്രത്തോളം കൊടുത്തു, സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ മുഴുവൻ അവർക്ക് ദുനിയാവ് കൊടുത്താലും, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എന്താ പറയുക, ഒരുപാട് സമ്പത്ത്, ഒരുപാട് ഭാര്യമാർ, ഒരുപാട് മക്കള്, ഒരുപാട് ഭക്ഷണം, നല്ല വസ്ത്രം, വാഹനം, എന്തൊക്കെ ഉണ്ടോ, നമുക്ക് ഒരു സന്തോഷത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ദുനിയാവിൽ ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ മാ ദർറഹു ദാലിക്, അതൊന്നും അവന്റെ ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കൂല. ഹൃദയം എങ്ങനെ കുലുങ്ങാതൊക്കെ ഉണ്ടാവും. ഹൃദയം എപ്പോഴും ഇതൊക്കെ അള്ളാഹ് എന്നാണല്ലോ, അള്ളാഹിലേക്ക് മാത്രം തിരിയുള്ളൂ, ഇതിലൊക്കെ അള്ളാഹിന്റെ സൗന്ദര്യം മാത്രം കാണുള്ളൂ, വേറെ ഒന്നും. അതൊക്കെ നഷ്ടപ്പെട്ടാലും അവനൊരു കുഴപ്പമില്ല, ഇതൊക്കെ നേടിയതിൽ അവൻ സന്തോഷമില്ല, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അതിലൂടെ അള്ളാഹിന്റെ സന്തോഷം, അള്ളാഹിന്റെ ജമാലിനെ മാത്രമേ അവൻ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് ഈ ദുനിയാവൊന്നും കുഴപ്പമില്ല. അതേസമയം ദുനിയാവ് മോശമാവുന്ന ആർക്കാ? അതുകൊണ്ട് അള്ളാഹിനെ മറന്നു പോകുന്ന ആളുകൾ, അവർക്കാണ് മോശം. കാരണം അവരൊക്കെ, ഈ ആളുകളുണ്ടല്ലോ, അള്ളാഹു ഹൃദയം സമ്പന്നമാക്കിയ ആളുകൾ, അവർ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദുനിയ ലാ യംബഈ ലി മുഹമ്മദിൻ വലാ ആലി മുഹമ്മദിൻ. എനിക്കോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അവിടുത്തെ കുടുംബത്തിനോ, മഹത്വമേറിയ കുടുംബത്തിനോ യോജിച്ചതല്ല ദുനിയാവ് നമുക്ക് യോജിച്ചതല്ല, എനിക്കും എന്റെ കുടുംബത്തിനോ യോജിച്ചതല്ല ദുനിയാവ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുക, ശരിയോർക്ക് പറയണം, അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താ? ഇസ്തിഗാല ബിഹാ, അതുമായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ മുഴുകുന്നൊരവസ്ഥ നമുക്ക് നല്ലതല്ല എന്നാ പറഞ്ഞതിന്റെ സാരം. റസൂലുള്ളാഹി കുടുംബത്തിനോ റസൂലുള്ളാഹിക്കോ ദുനിയാവുമായിട്ട് മുഴുകുന്ന അവസ്ഥ നല്ലതല്ല. മുഅ്മിനീങ്ങൾക്ക് പൊതുവിൽ നല്ലതല്ല, തങ്ങന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും നല്ലതല്ല, ഐക്യനൊരു പോകാൻ പാടില്ല. അമ്മ ദുനിയാവല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദുനിയാവ് ഒരിക്കലും പാടില്ല എന്നല്ല, അതിന്റെ വിശദീകരണം പറയാണ്. വാമ്മ ദുനിയാവല്ല ആഖിറ, എന്നാണ് ദുനിയാവും ആഖിറും മാ ഹലഖഹു അല്ലാഹു തആല, അള്ളാഹു ദുനിയാവും ആഖിറും പടക്കില്ലായിരുന്നു ഇല്ലാ മിൻഹു, റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടല്ലാതെ, ആലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വേണ്ടിയല്ലാതെ, വലി മുഹബ്ബിഹിം, അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലാതെ. ദുനിയാവും ആഖിറത്ത് തന്നെ പഠിച്ച അള്ളാഹ് ആർക്ക് വേണ്ടിയിട്ടാ? റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. ആഖിറത്തിലെ യുവാക്കളുടെ നേതാവ് ആരാ? സ്ത്രീകളുടെ നേതാവ് ആരാ? അലി റളിയല്ലാഹുവിനും ഹസൻ ഹുസൈൻ തങ്ങന്മാരും ഫാത്തിമ ബീവിയൊക്കെ അല്ലേ? അവർക്ക് വേണ്ടിയാണ് അള്ളാഹു ആഖിറവും പഠിച്ചത്, അവർക്ക് വേണ്ടിയാണ് ദുനിയാവും പഠിച്ചത്. വിശ്വാസങ്ങളില്ലായിരുന്നെങ്കിൽ ദുനിയാവും ആഖിറും ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ അപ്പൊ എന്താണ് വിശ്വാസങ്ങൾ പറഞ്ഞതിന്റെ സാരം?
എനിക്കും എൻ്റെ കുടുംബത്തിനും യോജിച്ചതല്ല ദുനിയാവ് എന്ന് പറഞ്ഞതിന്റെ സാരെന്താ? തതനാബലുൽ അൽസുനു മിൻഹു അന്ന ആല ബൈത്തി തഹറുബു മിൻഹു ദുനിയാ ഐ സമീമ. അഹ്ലു ബൈത്തിന്റെ അടുത്ത് നിന്ന് ദുനിയാവ് പോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞതിന്റെ സാരെന്താ? മോശപ്പെട്ട ദുനിയാവ് പോവും, അവർ അള്ളാഹു തൊട്ട് മറപ്പിക്കുന്ന ദുനിയാവ് പോകുന്നതാണ്. വഖുലൂബുഹും യല്ലതി തംഫിറു മിൻഹാ വയഅലിബു അലൈഹി അസ്സുഹുദു വയത്രഖു അസ്ബാബഹ. അവരുടെ ഹൃദയമാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഇന്നൊക്കെ ഓടിപ്പോകുന്നത്. ഹൃദയത്തിലാണ് ദുനിയാവ് ഇല്ലാതിരിക്കുന്നത്, അല്ലാതെ ആ ബാഹ്യമായിട്ടല്ല. വലോ തനാഫസൂഹ കൽ ആമ്മത്തി, അവര് സാധാരണക്കാരെ പോലെ ഈ ദുനിയാവിൽ മത്സരിക്കുകയാണെങ്കിൽ, ഖുലൂബുഹുൻ ഹരീസത്തുൻ, ഈ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന അവസ്ഥ അവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അലേഹ ല അദ്റഖുഹ ഇൻ കാനത് മക്തൂബത്തുൻ ഫി റിസ്ക്, അവർക്ക് റിസ്കിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാർ നേടിയതൊക്കെ അവർക്കും നേടാൻ സാധിക്കും. പക്ഷെ അവർക്ക് എടുത്തുനിന്ന് ദുനിയാവ് പോകുന്നെന്ന് പറഞ്ഞ എന്താണ്? അവരുടെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവ് പോകും എന്നാണ്, അല്ലാതെ അവർക്ക് ദുനിയാവ് കിട്ടൂല എന്നൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ആരെങ്കിലും തന്റെ ദുനിയാവിനെ സ്നേഹിച്ചാൽ അവൻ തന്റെ പരലോകത്തിന് ദോഷം വരുത്തി, ആരെങ്കിലും പരലോകത്തെ സ്നേഹിച്ചാൽ അവന് ദുനിയാവിന് ദോഷം വരുത്തി. അതിനാൽ നശിച്ചു പോകുന്നതിനേക്കാൾ എന്നും അവശേഷിക്കുന്നതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ദുനിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ പരലോകത്തിന് ദോഷം വരുത്തി, പരലോകത്തെ ആരെങ്കിലും സ്നേഹിച്ചാൽ ദുനിയാവിന് ദോഷം വരുത്തി. അതിനാൽ നശിച്ചു പോകുന്നതിനേക്കാൾ എന്നും അവശേഷിക്കുന്നത് തിരഞ്ഞെടുക്കുക. എന്നും അവശേഷിക്കുന്ന എന്താ? ആഖിറ, അതിന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ ശൈഖുകൾ വിശദീകരിക്കുകയാണ്, ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്നതിന്റെ വിവക്ഷ അതിൽ നിന്ന് ഹൃദയം കൊണ്ട് വേർപിരിയുക എന്നാണ്. അല്ലാതെ ദുനിയാവിനെ ഒഴിവാക്കണം എന്നല്ല. ദുനിയാവ് വേണ്ട, എനിക്ക് ദുനിയാവാണത് എന്ന് പറഞ്ഞ് ദുനിയാവിനെ ബാഹ്യമായി ഒഴിവാക്കലല്ല, ഹൃദയം കൊണ്ട് ഒഴിവാക്കലാണ്. മറിച്ച് പരലോകവുമായി ഹൃദയബന്ധം സ്ഥാപിക്കുകയും അതിനോടുള്ള പ്രണയം കാരണം അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുക എന്നല്ല. അതിനർത്ഥം ഇപ്പൊ ദുനിയാവിനെ ഒഴിവാക്കി പരലോകത്തെ സ്നേഹിക്കണം, എന്നിട്ട് പരലോകത്തിനെ സ്നേഹിച്ച് അള്ളാഹിനെ മറക്കണം എന്നല്ല പറഞ്ഞതിന്റെ സാരം. കാരണം പരലോക ചിന്ത അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നുണ്ടെങ്കിൽ അതും ശപിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ പരലോക ചിന്തയും നല്ലതാവുന്ന എപ്പോഴാണ്? അള്ളാഹുവിന്റെ സ്മരണ അവിടെ ഉണ്ടാവുമ്പോൾ മാത്രമാണ്. ഞാൻ പരലോകത്തെത്തിയിട്ട് വേണം അള്ളാഹിനൊക്കെ മറക്കാൻ ആരും ചിന്തിച്ചാൽ ആ പരലോകം നല്ല കാര്യമൊന്നല്ല. അപ്പൊ നമ്മളൊക്കെ പരലോകം അങ്ങനെയാണ്. പരലോകത്തേക്ക് നമ്മൾ പോണേന്ന് എന്തിനാ? ദുനിയാവിൽ നമുക്ക് കിട്ടാത്തൊക്കെ കിട്ടാൻ, അള്ളാഹിനെ ഒന്ന് നന്നായിട്ട് മറന്ന് ജീവിക്കാൻ, എനിക്ക് മതിമറക്കാൻ. അവിടെ അങ്ങനെയല്ല നമ്മൾ പറയാം, മതിമറക്കാൻ പരലോകത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മളൊക്കെ. അപ്പൊ അങ്ങനെയല്ല അങ്ങനെയുള്ള പരലോകമാണ്, അതും ശപിക്കപ്പെട്ട തന്നെയാണ്. കാരണം അള്ളാഹിനെ തൊട്ട് മറപ്പിക്കുന്ന പരലോകം നല്ലതല്ല. പരലോകം നല്ലതാവുന്ന അള്ളാഹിനെ ആവുന്നത് കൊണ്ടാണ്. ദുനിയാവും നല്ലതാവുന്നത് അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ്. പരലോകം നല്ലതാവുന്നത് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കവാടത്തിൽ എപ്പോഴും നിലകൊള്ളുക എന്നതാണ് അടിമയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ശാശ്വതമായ ഭവനത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുകയും അതോടൊപ്പം വഞ്ചനയുടെ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവന്റെ കാര്യം അത്ഭുതം തന്നെ, വലിയ അത്ഭുതം. അതായത് നമ്മൾ ആഖിറത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം, എന്നാൽ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. ദുനിയാവ് വളരെ കുറഞ്ഞ ദിവസത്തെ ജീവിതമല്ലേ, ഈ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മളെ പരിശ്രമം മുഴുവൻ. പക്ഷെ വിശ്വാസം പരലോകത്താണ്. നമ്മൾ വിശ്വസിക്കേണ്ട പരലോകത്ത് എത്തും, അവിടെ ശാശ്വതമായ ജീവിതമാണെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പ്രവർത്തനം മുഴുവൻ ദുനിയാവിന് വേണ്ടിയാണ്. അങ്ങനെ ആ ഒരാളുടെ പ്രവർത്തനം അത്ഭുതം തോന്നുന്നുണ്ട്. വിശ്വാസങ്ങൾ പറഞ്ഞു, നിശ്ചയം ദുനിയാവ് പച്ച പിടിച്ചതും മധുരമുള്ളതുമാണ്. നിങ്ങൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാനായി അള്ളാഹു നിങ്ങളെ അവിടെ പ്രതിനിധികളാക്കി തീർത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ നല്ല കാര്യങ്ങളും പച്ചപ്പുള്ളതും മധുരമുള്ളതും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ പ്രതിനിധികളായി നിങ്ങൾ എങ്ങനെ അതിനെ പരിപാലിക്കുന്നു എന്ന് അത് നോക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാർക്ക് ദുനിയാവ് വിശാലമാക്കപ്പെടുകയും സൗകര്യങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തപ്പോൾ അവർ ആഭരണങ്ങളിലും അലങ്കാരങ്ങളിലും സുഗന്ധങ്ങളിലും വസ്ത്രങ്ങളിലും മുഴുകി വഴിതെറ്റിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ ദുനിയാവിനെ റബ്ബായി സ്വീകരിക്കരുത്, എങ്കിൽ അത് നിങ്ങളെ അടിമയാക്കി വെക്കും. ആരെങ്കിലും ദുനിയാവിനെ റബ്ബാക്കി സ്വീകരിച്ചാൽ, അതായത് ദുനിയാവാണ് എനിക്ക് എല്ലാം വേണ്ടത്, ദുനിയാവ് മാത്രം മതി എന്നാരെങ്കിലും വിചാരിച്ചാൽ അത് നിങ്ങൾ അടിമയാക്കും. അതൊരിക്കലും കിട്ടൂല, അത് നിങ്ങൾ അടിമയാക്കി വെക്കും. നിങ്ങളുടെ സമ്പാദ്യത്തെ അത് പായാക്കാത്തവന്റെ അടുക്കൽ നിങ്ങൾ നിക്ഷേപിക്കുക. അപ്പൊ നമ്മുടെ സമ്പാദ്യമൊക്കെ നമ്മൾ എവിടെ സൂക്ഷിക്കുക? ബാങ്കിൽ. അങ്ങനല്ലേ, ബാങ്ക് സൂക്ഷിക്കും, സ്വർണ്ണമായിട്ട് സൂക്ഷിക്കും, എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അങ്ങനല്ല, നിങ്ങളുടെ സമ്പാദ്യത്തെ അത് പായാക്കാത്തവന്റെ അടുക്കൽ സൂക്ഷിക്കുക, അവിടെ നിക്ഷേപിച്ചു വെക്കുക. നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് മുഷീദ് തങ്ങൾ പറയുന്നുണ്ട്, ഷെയ്ഖിനൊക്കെ ഹിദ്മത്ത് ചെയ്യുന്നത് ശരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ പൈസ എന്ത് ചെയ്യാണ്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ഷെയ്ഖിന്റെ ബാങ്കിൽ.
നമ്മളടുത്തൊരു 1000 ഉറുപ്പ്യ ഉണ്ട്, ചിലവാക്കിയിട്ട് 500 ഉറുപ്പ്യ ചിലവാക്കി ബാക്കി 500 ഉറുപ്പ്യ ഉണ്ട്, ഇത് എവിടെയെങ്കിലും നിക്ഷേപിക്കണം. നമ്മൾ എവിടെ വെക്കേണ്ടത് നല്ലത്? ഷെയ്ഖിന്റെ ബാങ്കിൽ വെക്കല നല്ലത്. കാരണം അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ബാങ്കാണ്, ബാങ്ക് നശിക്കുന്നതോടുകൂടി അത് നശിച്ചു പോകും, എന്നാലും നമ്മൾ മരിച്ചാൽ നശിച്ചു പോകും. ഷെയ്ഖിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരിക്കലും നശിച്ചു പോകില്ല. അതിന് ഹദീസാണ് ഈ തെളിവ്. നിങ്ങളുടെ സമ്പാദിച്ച പായാക്കാത്തവന്റെ അടുക്കൽ നിങ്ങൾ നിക്ഷേപിക്കുക. നാശം സംഭവിക്കുന്നവന് ഭയപ്പെടുന്ന കൂട്ടുകാരനാണ് ദുനിയാവെങ്കിൽ യാതൊരു നാശവും ഭയപ്പെടാത്തവൻ അടുത്ത അള്ളാഹുവിന്റെ ഖജനാവാണ് യഥാർത്ഥത്തിൽ നല്ല കൂട്ടുകാരൻ. അപ്പോൾ ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. ആ ഖജനാവ് സൂക്ഷിച്ചാൽ നിങ്ങളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബാങ്കിൽ സൂക്ഷിച്ച് നമ്മൾ മരിച്ചു പോയില്ല, ബാങ്ക് നഷ്ടപ്പെട്ടു പോയി, നമുക്കൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ അള്ളാഹിന്റെ ഖജനാവ് നമ്മൾ ഷെയ്ഖിന്റെ അടുത്തൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് പൈസ ഏൽപ്പിച്ചതെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അത് ദുനിയാവിലുണ്ടാവും, പരലോകത്തും ഉണ്ടാവും. നമുക്കത് അവിടെ നിന്ന് എടുക്കാം. അവിടെ ആ ബാങ്കിൽ നിന്ന് ATM വിഡ്രോ ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പരലോകത്ത് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ആ ബാങ്കിൽ നിന്ന് ആ പൈസ എടുക്കാം, നമ്മളാ ചെലവാക്കിയത്. ഒരു സത്യവിശ്വാസി 2 പേടികൾക്ക് നടുവിലാണ്. ഒന്ന് കഴിഞ്ഞു പോയ ആയുസ്, അത് അള്ളാഹു തന്റെ കാര്യത്തിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അവനറിയില്ല. 2 ബാക്കിയുള്ള ആയുസ്, അതിൽ അള്ളാഹു അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കുമെന്നും അവനറിയില്ല. അതിനാൽ അടിമ തനിക്ക് വേണ്ടി തന്നിൽ നിന്ന് തന്നെ കരുതലെടുക്കട്ടെ. തന്റെ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കും അവൻ വിഭവങ്ങൾ കരുതട്ടെ. കാരണം ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നിങ്ങളാകട്ടെ പരലോകത്തിന് വേണ്ടിയും. എന്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മരണത്തിന് ശേഷം തൗബ ചെയ്യാനുള്ള അവസരമില്ല. ദുനിയാവിന് ശേഷം സ്വർഗമോ നരകമോ അല്ലാത്ത മറ്റൊരു ഭവനവുമില്ല. സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം കുടിക്കാൻ വെള്ളം ചോദിച്ചു. വെള്ളവും തേനും അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അത് കുടിക്കാൻ തുടങ്ങിയതും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് കൂടെയുള്ളവരും കരഞ്ഞുപോയി. അവർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അല്പനേരം മിണ്ടാതെ ഇരുന്ന ശേഷം അദ്ദേഹം വീണ്ടും കരച്ചിൽ തുടങ്ങി. ഇനി ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലെന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. ഒടുവിൽ അദ്ദേഹം ശാന്തമായി കണ്ണു തുടച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായവരെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് തന്റെ അരികിൽ നിന്ന് എന്തോ ഒന്നിനെ തട്ടിമാറ്റുന്നത് പോലെ ഞാൻ കണ്ടു. അതായത് വിശ്വാസങ്ങൾ ഇങ്ങനെ എന്തോ തട്ടിമാറ്റുന്നുണ്ട് തന്റെ അടുത്തുനിന്ന്. എന്നാൽ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് എന്താണ് ഈ തട്ടിമാറ്റുന്നത്? അവിടുന്ന് പറഞ്ഞു, ഈ ദുനിയാവ് എന്റെ മുന്നിൽ പ്രദർശിക്കപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ അതിനോട് എന്നിൽ നിന്ന് മാറിപ്പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്തിരിഞ്ഞു പോയി വീണ്ടും മടങ്ങി വന്ന് എന്നോട് പറഞ്ഞു, അങ്ങ് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും അങ്ങയുടെ ശേഷം വരുന്നവർ എന്നിൽ നിന്ന്, എന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടാനിരിക്കുന്ന ദുനിയാവിന്റെ വശ്യതകളെയും അലങ്കാരങ്ങളെയുമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നന്മ തിന്മയെ കൊണ്ടുവരുമോ? സമ്പത്ത് നന്മയല്ല, അത് തിന്മക്ക് കാരണമാകുമോ എന്നാണ് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായിരുന്നു. വഹി ഇറങ്ങുകയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തടവിക്കൊണ്ട് ചോദിച്ചു, എവിടെ ആ ചോദ്യകർത്താവ്? നന്മ ഒരിക്കലും തിന്മയെ കൊണ്ടുവരില്ല എന്നത് സത്യമാണ്. എന്നാൽ വസന്തകാലം മുളപ്പിക്കുന്ന ചില ചെടികൾ അമിതമായി തിന്നുമ്പോൾ അത് മൃഗങ്ങളെ വയറൂതി കൊല്ലുകയോ മരണത്തോടടുപ്പിക്കുകയോ ചെയ്യുന്നു. പച്ചപ്പുല്ല് തിന്നുന്ന മൃഗത്തെ പോലെയാണത് നല്ല മാതൃക. ആവശ്യത്തിന് തിന്ന് വയറു നിറയുമ്പോൾ അത് സൂര്യന് അഭിമുഖമായി നിൽക്കും. കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും ദഹനം ശരിയാക്കി വീണ്ടും പോയി തിന്നുകയും ചെയ്യും. നിശ്ചയം ഈ സമ്പത്ത് പച്ച പിടിച്ചതും മധുരമുള്ളതുമാണ്. ആരെങ്കിലും അത് ന്യായമായ വഴിയിലൂടെ നേടുകയും അർഹമായ വഴിയിൽ ചെലവഴിക്കുകയും ചെയ്താൽ അത് എത്ര നല്ല സഹായിയാണ്. എന്നാൽ അന്യായമായി അത് കൈവശപ്പെടുത്തുന്നവൻ തിന്നുംതോറും വിശപ്പടക്കാത്തവനെ പോലെയാണ്. അന്ത്യദിനത്തിൽ ആ സമ്പത്ത് അവനക്കെതിരെ സാക്ഷ്യം പറയുകയും ചെയ്യും. ഈ പറഞ്ഞതിന്റെ ആശയം, നമ്മുടെ സമ്പത്ത് വിശ്വാസങ്ങൾ പറയാണല്ലോ, പിന്നെ ദുനിയാവാണ് ഞങ്ങളെ കാര്യത്തിൽ പേടിക്കുന്നത്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ദുനിയാവ് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ, അപ്പോൾ ആ നല്ല കാര്യത്തിന് എന്താണ് മോശം വരൂ അതിന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞാണ്, ദുനിയാവ് നല്ല തന്നെയാണ്, ദുനിയാവ് കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. നമ്മളെ ഹൃദയം മോശമായതാണ് പ്രശ്നം, അല്ലാതെ അത് മോശമായത് കൊണ്ടല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മൃഗങ്ങളെപ്പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും തിന്ന് വീർപ്പിച്ച് നമ്മൾ അതുകൊണ്ട് മരിക്കുന്നു. അതേസമയം നമ്മൾ നല്ല മാതൃക എന്താണ്? ഒരു പച്ചപ്പുല്ല് തിന്നുന്ന മൃഗത്തെ പോലെയാണ്. അതിങ്ങനെ ആവശ്യത്തിന് പച്ചപ്പുല്ല് തിന്നു കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും.
എന്നിട്ട് കാഷ്ടിക്കും മൂത്രയിക്കും, അതിന് വശത്ത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് തിന്നും. അതുപോലെ നമ്മൾ ദുനിയാവിലെ ഉറക്ക്, ഭക്ഷണം, വീട്, മക്കള്, ഭാര്യ, അതൊക്കെ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ചെയ്യുക, എടുക്കുക. അത് നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. അള്ളാഹിന്റെ ആരാധനയായിരിക്കും കൂടുതൽ നമ്മൾ മുന്തി നിൽക്കേണ്ടത്. അള്ളാഹുമായിട്ട് മുഴുകുന്നതായിരിക്കും മുന്തി നിൽക്കേണ്ടത്. അങ്ങനെ അതിനു വേണ്ടി നമ്മൾ ഈ ഇബാദത്തുകൾ ഏറ്റെടുത്താൽ, അതിനു വേണ്ടി നമ്മൾ ദുനിയാവ് ഏറ്റെടുത്താൽ ഒരു തെറ്റില്ല. ജസാക്കല്ലാഹു ഖൈർ. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക നമ്മൾ സംസാരിച്ചത് ദുനിയാവ് മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കേണ്ടതല്ല. ദുനിയാവ് അള്ളാഹുവിന്റെ താഴത്തിന് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ നമുക്കതൊക്കെ എടുക്കാം, എത്രയും എടുക്കാം. എടുക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ ദുനിയാവ് ഒഴിവാക്കണം എന്ന് പറയുന്നത് ദുനിയാവ് കൊണ്ട് അള്ളാഹനെ മറന്നു പോകുന്ന ദുനിയാവ് ഒഴിവാക്കണം എന്നാണ്. ആ ദുനിയാവ്, അപ്പോൾ പ്രശ്നം ആ ദുനിയാവിലല്ല, അതിൽ മുഴുകുന്ന ഹൃദയമാണ്. നമ്മുടെ ഹൃദയം അതിൽ മുഴുകുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അത് നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഇബാദത്തിലും ഹിദ്മത്തിലും അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹിന്റെ മാരിഫത്തിലും അടുപ്പിക്കുന്നതാണോ നമ്മൾ ഈ ദുനിയാവൊക്കെ, അത് നമ്മൾ എത്രയും എടുക്കാം, എത്രയും ആസ്വദിക്കാം. അതൊന്നും അള്ളാഹു ഒരു പരിധിയും വെച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിച്ചത് എന്നാണ് പറഞ്ഞതിന്റെ സാരം. ജസാക്കല്ലാഹു.